എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ we have already discussed about the various ടെസ്റ്റ്, അതായത് കോയാഗുലേഷൻ സ്റ്റഡീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് ഓൾമോസ്റ്റ് എന്താ പറയുക, പ്ലേറ്റ്ലെറ്റ് റിലേറ്റഡ് ടെസ്റ്റുകളും, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ആൻഡ് വാസ്കുലർ സിസ്റ്റം റിലേറ്റഡ്, അതുപോലെ തന്നെ കോയാഗുലേഷൻ സിസ്റ്റം റിലേറ്റഡ്, അങ്ങനെ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം, അങ്ങനെ അങ്ങനെ ഓരോരോ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ കോയാഗുലേഷൻ എൻറ്റയർ മെക്കാനിസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമിലർ വേ തന്നെയാണ് നമ്മൾ അതിന്റെ പാത്ത് വേസും, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടെസ്റ്റുകളും നമ്മൾ അതേ രീതിയിൽ തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പം അതിൽ നമ്മൾ ടെസ്റ്റ് ഫോർ ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി എടുത്തിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ടെസ്റ്റ് ഫോർ ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി, അതോ അതിന് തൊട്ട് മുന്നത്തെ സെഷനല്ലേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? ഓക്കെ, അപ്പം അതോടെ നമുക്ക് പറയാം. അതോടെ പറഞ്ഞിട്ട് നമുക്ക് കോയാഗുലേഷൻ ഡിസോർഡേഴ്സിലേക്ക് കടക്കാം. സോ ടെസ്റ്റ് ഫോർ ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി ആയിരുന്നു നമ്മുടെ കോയാഗുലേഷൻ ടെസ്റ്റുകളിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അതായത് ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി, ഫൈബ്രിനോലൈറ്റിക് പാത്വേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമ്മുടെ ഈ ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലോട്ടിനെ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ അകത്ത് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലേ? കാരണം നമ്മുടെ നോർമൽ ബ്ലഡ് ഫ്ലോനെ അത് ഒബ്സ്ട്രക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഉണ്ടായിട്ടുള്ള ക്ലോട്ട്, അതായത് ഒരു ഇഞ്ചുറിനെ സീൽ ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ക്ലോട്ട് ആയിരിക്കാം, പക്ഷേ that clot has to be removed soon after the coagulation process is completed. Okay, അപ്പം ആ ഒരു മെക്കാനിസം ആണ് ആക്ച്വലി ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്നത്. അത് ക്ലോട്ടിനെ മുറിച്ച് നമ്മളെ സർക്കുലേഷൻ ആ ഒരു ബ്ലോക്ക് ആക്കി നിൽക്കുന്ന ആ ക്ലോട്ടിനെ റിമൂവ് ചെയ്ത് കളയാം. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഫൈബ്രിനോലൈസിസ്. അപ്പൊ ഫൈബ്രിനോലൈസിസ് അല്ലെങ്കിൽ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ ആവശ്യമുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് ആയിരുന്നു, അല്ലെ? അപ്പം ആ മെക്കാനിസത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്. പ്ലാസ്മിനോജനെ പ്ലാസ്മിൻ ആക്കിയിട്ട് മാറ്റും, ആൻഡ് ദിസ് പ്ലാസ്മിൻ വിൽ കൺവേർട്ട് ഫൈബ്രിനോജൻ, അതായത് ആ ഉണ്ടായിട്ടുള്ള ഫൈബ്രിൻ ക്ലോട്ടിനെ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രാഗ്മെന്റ്, ഡി ഫ്രാഗ്മെന്റ്, ഇ ഫ്രാഗ്മെന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആ ഫ്രാഗ്മെന്റ് ആയിട്ട് ക്ലീവ് ചെയ്യും. ആ ഒരു പാത്വേ ആയിരുന്നു ഫൈബ്രിനോലൈറ്റിക് പാത്വേ. എല്ലാവരും ഓർക്കുന്നുണ്ടോ ആ പാത്വേ? സോ ഈ ഒരു പാത്വേയുടെ ആക്ടിവിറ്റി പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില ടെസ്റ്റുകളാണ് ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റിയുടെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നോ ദ നെയിംസ് ഓഫ് ദ ടെസ്റ്റ്. ഓക്കെ, സോ അതിൽ വരുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഹോൾ ബ്ലഡ് ക്ലോട്ട് ലൈസിസ് ആണ് ആദ്യം. ഹോൾ ബ്ലഡ് ക്ലോട്ട് ലൈസിസ്. അപ്പൊ നമ്മളിവിടെ ക്ലോട്ടിനെ ലൈസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്, അല്ലെ? ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള ക്ലോട്ടിനെ മുറിച്ചു കളയാം. ദാറ്റ് ഇസ് ബേസിക്കലി ഫൈബ്രിനോലൈസിസ്. അപ്പൊ ഹോൾ ബ്ലഡ് ക്ലോട്ട് ലൈസിസ് ആണ് ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട്സ് 24 ഹവേഴ്സിൽ ഡിസോൾവ് ആവില്ല. അതായത് ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി എത്രത്തോളം കൂടുതലാണ് അല്ലെങ്കിൽ നോർമൽ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നോർമൽ ബ്ലഡ് ക്ലോട്ട് ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ 24 ഹവേഴ്സ്. അതേസമയം ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി കൂടുതലാണെങ്കിൽ ആ ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട്, ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി കൂടുതൽ മീൻസ് എന്താ പറയാ, ഒരു ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ ക്ലോട്ട് 3 to 60 മിനിറ്റ്സിനുള്ളിൽ, എന്നാ 1 അവറിനുള്ളിൽ തന്നെ എന്താവും, ആ ക്ലോട്ട് ലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഹോൾ ബ്ലഡ് ക്ലോട്ട് ലൈസിസ് ടൈം ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. സോ ദാറ്റ് ഇസ് എ മെഷർ ഓഫ് ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് യു ഗ്ലോബുലിൻ ലൈസിസ് ടൈം ആണ്. യു ഗ്ലോബുലിൻ ലൈസിസ് ടൈം. സോ ദിസ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ഫൈബ്രിനോജൻ, അതായത് എത്രത്തോളം ഫൈബ്രിനോജൻ പ്രസന്റ് ആണ് എന്നതിനെ ക്വാണ്ടിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് യു ഗ്ലോബുലിൻ ലൈസിസ് ടൈം. യു ഗ്ലോബുലിൻ ഫ്രാക്ഷൻസിൽ വരുന്നതാണ് ഈ ഫൈബ്രിനോജനും പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് ഒക്കെ യു ഗ്ലോബുലിൻ പ്രോട്ടീന്റെ ഫ്രാക്ഷൻസിൽ പെട്ടതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫൈബ്രിനോജനെ എന്താ പറയാ, ലൈസ് ചെയ്തെടുക്കാൻ എത്രത്തോളം സമയം എടുക്കുന്നതാണ് ഇവിടെ ഗ്ലോബുലിൻ ലൈസിസ് ടൈമിൽ നോട്ട് ചെയ്യുന്നത്. സോ നോർമൽ ലൈസിസ് ടൈം എന്ന് പറയുന്നത് 2 to 4 ഹവേഴ്സ് ആണ്. ലെസ് ദാൻ 2 ഹവേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസ്ഡ് ഫൈബ്രിനോലൈസിസ്. അപ്പൊ ഇവിടെ
അതായത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ കംപ്ലീറ്റും ലൈസ്ഡ് ആയി പോവുകയാണെങ്കിൽ അവിടെ ഫൈബ്രോണോലൈറ്റിക് ആക്ടിവിറ്റി കൂടുതലാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. യൂഗ്ലോബിലിൻ ലൈസിസ് ടൈം എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യാനുള്ളതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി, സിമിലർലി ഹോൾ ബ്ലഡ് ക്ലോട്ട് ലൈസിസ് ഓൾസോ. പിന്നെ നമ്മൾ ഫൈബ്രിനോലൈസിസ് എന്ന് പറയുമ്പം അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ആണ് അല്ലെ, FDP. ഈ FDP എന്ന് പറയുമ്പോൾ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സിൽ നമ്മളെ ഫ്രാഗ്മെന്റ് എക്സ്, ഫ്രാഗ്മെന്റ് വൈ, അതൊക്കെ ഏർലി ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ആണ് അല്ലെ. നമ്മൾ ആ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോസസ്, അതായത് ആ ഫൈബ്രിനോലൈസിസിന്റെ ആ സ്റ്റെപ്പുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് ഫ്രാഗ്മെന്റ്, വൈ ഫ്രാഗ്മെന്റ്, പിന്നെ അത് വീണ്ടും ക്ലീവ് ആയിട്ട് ഡി ഫ്രാഗ്മെന്റ്, DE ഫ്രാഗ്മെന്റ്, അത് വീണ്ടും ക്ലീവ് ആയിട്ട് 2 ഡി ഫ്രാഗ്മെന്റ്സ്, അതാണ് ഡി ഡൈമർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഫൈബ്രിനോലൈസിസ് നടക്കുന്നത്. സോ അതിൽ ഏർലി ഡിഗ്രഡേഷൻ പ്രോഡക്ട്സും ലേറ്റ് ഡിഗ്രഡേഷൻ പ്രോഡക്ട്സും ഉണ്ട്. ഏർലി ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ആണ് എക്സ് ഫ്രാഗ്മെന്റും വൈ ഫ്രാഗ്മെന്റും ഒക്കെ. ലേറ്റ് ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ആണ് ഡി ഫ്രാഗ്മെന്റും ഇ ഫ്രാഗ്മെന്റും. ഓക്കെ, ലേറ്റ് ഡിഗ്രഡേഷൻ പ്രോഡക്റ്റ്. അപ്പൊ ബേസിക്കലി ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സിൽ ഇതെല്ലാം പെടും. എക്സും വൈയും ഡിയും ഇയും ഒക്കെ വരും. ഇപ്പൊ FDP ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലാറ്റക്സ് പാർട്ടിക്കിൾ എഗ്ലൂട്ടിനേഷൻ എസ്സേ ആണ്. ഓക്കെ, ലാറ്റക്സ് പാർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് ലാറ്റക്സ് പാർട്ടിക്കിളിൽ anti-FDP കോട്ടഡ് ആയിട്ടുള്ള ആന്റിബോഡി, ഓക്കെ, anti-FDP ആന്റിബോഡി എന്താ പറയുക, ഈ ലാറ്റക്സ് പാർട്ടിക്കിളിന്റെ മുകളിൽ കോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് FDP-നെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കോസസ് ദി എഗ്ലൂട്ടിനേഷൻ ഓഫ് ദിസ് ലാറ്റക്സ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ FDP-ന്റെ എസ്സേ യൂഷ്വലി ചെയ്യുന്നത്, ബൈ ലാറ്റക്സ് പാർട്ടിക്കിൾ എഗ്ലൂട്ടിനേഷൻ എസ്സേ. സോ FDP കൂടുതൽ എന്ന് പറയുന്ന സമയത്ത് അത് കൂടുതലും അസോസിയേറ്റ് ചെയ്യുന്നത് DIC എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. FDP കൂടുക എന്ന് പറയുമ്പോൾ എന്താ, ഫൈബ്രിനോലൈസിസ് ഭയങ്കരമായിട്ട് നടക്കുക, അതായത് അത്രയും ക്ലോട്ട്സ് ജനറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും അല്ലെ. ഫൈബ്രിനോലൈസിസ് കൂടണമെങ്കിൽ ഫൈബ്രിൻ ക്ലോട്ട്സ് അത്രത്തോളം നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് DIC ആണ്. സോ DIC ഓർ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് മൾട്ടിപ്പിൾ മൈന്യൂട്ട് ക്ലോട്ട്സ് ആർ ഫോം ത്രൂ ഔട്ട് ദ ബ്ലഡ് വെസൽസ്. ഓക്കെ, അതായത് ഇൻട്രാവാസ്കുലർ ഡിസെമിനേറ്റഡ്, അതായത് ഡിസെമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, പരക്കെ, ഒരു പ്രത്യേക സ്പോട്ട് എന്നില്ലാതെ പരക്കെ എന്താ പറയാ, നമ്മളെ ബ്ലഡ് വെസലിന് അകത്തായിട്ട് മൈന്യൂട്ട് ക്ലോട്ട്സ് ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് DIC എന്ന് പറയുന്നത്. അപ്പൊ DIC-യിലെ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ് ഫൈബ്രിൻ FDP-യുടെ അളവ് കൂടുന്നത്. അതേപോലെ തന്നെയാണ് ഡി ഡൈമറും. കാരണം ഇതൊക്കെ ക്ലോട്ട് എന്താ പറയാ ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പൊ ക്ലോട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ അത് പ്രോഡക്ട്സിന്റെ അളവും കൂടുതലായിരിക്കും. അപ്പൊ ഡി ഡൈമർ ആണെങ്കിലും FDP ആണ്, FDP-യിൽ വരുന്ന ഒരെണ്ണമാണ് ഡി ഡൈമർ. ഓക്കെ, FDPs എന്ന് പറയുമ്പോൾ അത് എല്ലാത്തിനെയും ഡിറ്റക്ട് ചെയ്യും. അതായത് ഏർലി ഫ്രാഗ്മെന്റ്സും ലേറ്റ് ഫ്രാഗ്മെന്റ്സും ആ എല്ലാ ഫ്രാഗ്മെന്റ്സും FDPs-ൽ വരുന്നതാണ്. പക്ഷെ ഡി ഡൈമർ എന്ന് പറയുമ്പോൾ ആ ലേറ്റ് ഫ്രാഗ്മെന്റ്സിലെ 2 എണ്ണം ഇല്ലേ, 2 ഡി ഫ്രാഗ്മെന്റ്സ്, ആ ഡി ഫ്രാഗ്മെന്റ്സ് യുണൈറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ് ഡി ഡൈമർ. ഓക്കെ, 2 ഡി ഫ്രാഗ്മെന്റ്സ് കൂടി ചേരുന്നതാണ് ഡി ഡൈമർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ലേറ്റ് ഡിഗ്രഡേഷൻ പ്രോഡക്റ്റ്. അതായത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുന്ന ഫ്രാഗ്മെന്റ് അല്ലേ ഡി. അപ്പം ലേറ്റ് ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ആണ് ഡി ഡൈമർ എന്ന് പറയുന്നത്. ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഏർലി ആസ് വെൽ ആസ് ലേറ്റ് ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ്. അതായത് ഫ്രാഗ്മെന്റ് എക്സ്, ഫ്രാഗ്മെന്റ് വൈ, ഡി ഫ്രാഗ്മെന്റ്, ഇ ഫ്രാഗ്മെന്റ് എല്ലാം അതിനകത്ത് പെടും. ഓക്കെ, അപ്പൊ ഡി ഡൈമർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ് ദാൻ FDP. Okay, so these are the tests which detects the fibrinolytic activity. അപ്പൊ 4 ടെസ്റ്റുകളുടെയും പേര് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Now the test to evaluate circulating inhibitors. സർക്കുലേറ്റിംഗ് ഇൻഹിബിറ്റേഴ്സിന്റെ ടെസ്റ്റുകൾ ജസ്റ്റ് പേര് മാത്രം ഇപ്പൊ പറഞ്ഞു വെക്കാം. ഈ ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഇൻഹിബിറ്റർ ബേസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക ഡിസോർഡേഴ്സ് വരുന്നുണ്ട്, ലൂപ്പസ് ആന്റികോയാഗുലന്റ് ഡിസോർഡേഴ്സ് ഒക്കെ. അപ്പൊ ആ ഡിസോർഡേഴ്സിൽ നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തിനാണ് ബേസിക്കലി ടെസ്റ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് നോ ദ നെയിംസ് ഓഫ് ദീസ് ടെസ്റ്റ്. അതായത് സർക്കുലേറ്റിംഗ് ഇൻഹിബിറ്റേഴ്സിന് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് ലൂപ്പസ് ആന്റികോയാഗുലന്റ് ആണ്. അപ്പൊ ലൂപ്പസ് ആന്റികോയാഗുലൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളിൽ 4 സ്പെസിഫിക് ടെസ്റ്റ് വരുന്നുണ്ട്. ഒന്ന് പ്ലേറ്റ്ലെറ്റ് ന്യൂട്രലൈസേഷൻ പ്രൊസീജിയർ, ലൂപ്പസ് ആന്റികോയാഗുലന്റ് എസ്സേ, then Cowlin clotting time, and dilute Russell's Viper venom test. Very, very important. DRVVT. അങ്ങനെ ഷോർട്ട് ആയിട്ട് പറയും. DRVVT. Okay. Small letter R, capital letter, small letter D, capital R,
capital V, capital V, capital D. അതാണ് DRVVT. Okay. So dilute results viper venom test or step-1 time എന്നും പറയും. So this is a test which is used for detecting the presence of lupus anticoagulant. അപ്പം lupus anticoagulant എന്ന് പറയുന്നത് it is an example of a circulating inhibitors. Okay. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസോർഡേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചില കൊയാഗുലേഷൻ ഫാക്ടേഴ്സിന്റെ ഇൻഹിബിറ്റേഴ്സ്, കൊലേറ്റിംഗ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഫാക്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും ആവാം. അപ്പൊ അതിൽ വരുന്ന ഒരു എസ്സേ ആണ് ബെത്തസ്ഡ എസ്സേ. അതായത് ഫാക്ടർ 8 ഇൻഹിബിറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിറ്റക്ഷൻ എസ്സേ ആണ് ബെത്തസ്ഡ എസ്സേ ഫോർ ഡിറ്റക്ടിങ് ഫാക്ടർ 8 ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കൊയാഗുലേഷൻ ടെസ്റ്റുകളിൽ വരുന്നത്. അപ്പൊ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് നമ്മൾ ഫൈബ്രോണോലൈറ്റിക് ആക്ടിവിറ്റിയുടെ ടെസ്റ്റുകളും സർക്കുലേറ്റിംഗ് ഇൻഹിബിറ്റേഴ്സിന്റെ ടെസ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രൊസീജിയേഴ്സിലേക്ക് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നോ ദ നെയിം ഓഫ് ദീസ് ടെസ്റ്റ് ആൻഡ് എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് വഴിയെ മനസ്സിലാകും. ഓക്കെ. നൗ കമ്മിങ് ഓൺ ടു ദ ഡിസോർഡേഴ്സ് ഓഫ് കൊയാഗുലേഷൻ. അപ്പം ഹീമോസ്റ്റാസിസ് ആൻഡ് കൊയാഗുലേഷനിലെ ലാസ്റ്റ് പാർട്ടാണ് ഡിസോർഡേഴ്സ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരുപാട് ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് അല്ലെ, ഒരു ഡിസോർഡേഴ്സ് പറയുന്ന സമയത്ത് ഇതിൽ പ്ലേറ്റ്ലെറ്റ് എന്തൊക്കെ എസൈസ് ആയിരിക്കും നോർമൽ ആകുക, എന്തൊക്കെ എസൈസ് ആയിരിക്കും അബ്നോർമൽ ആവുക എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഓരോ ടെസ്റ്റുകളുടെയും ഇമ്പോർട്ടൻസും ഓരോ എന്താ പറയാ സ്റ്റെപ്പുകളുടെയും ഹീമോസ്റ്റാസിസിലെ ഓരോ സ്റ്റെപ്പുകളുടെയും അതിന്റെ ഉള്ളിലെ മെക്കാനിസം എന്താണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഡിസോർഡേഴ്സ് ഓഫ് കൊയാഗുലേഷനിൽ ഓരോ ടെസ്റ്റുകളും പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് നോക്കാം. സോ ഡിസോർഡേഴ്സ് ഓഫ് കൊയാഗുലേഷനിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ ഡിസോർഡേഴ്സ് പഠിക്കും, അതിനുശേഷം നമ്മൾ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് പഠിക്കും. സോ പ്ലേറ്റ്ലെറ്റ് ഡിസോർഡേഴ്സ് ആൻഡ് വാസ്കുലർ പെർപ്യൂറാസ് ആണ് ആദ്യം വരുന്നത്. അപ്പൊ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സിന്റെ റോൾ ഇൻ കൊയാഗുലേഷൻ ഓൾറെഡി നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പാത്വേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്ലേറ്റ്ലെറ്റ്സ് ഇസ് ഹാവിംഗ് എ റോൾ ഇൻ ദ എന്താ പറയാ in the platelet plug formation, that is primary hemostasis. അതായത് soon after the formation of an injury, ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറി വരുന്ന സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തുന്ന ആളുകളാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് ആക്ച്വലി ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. പ്ലേറ്റ്ലെറ്റ്സ് ആ മുറിഞ്ഞിട്ടുള്ള ഇഞ്ചുറി നടന്നിട്ടുള്ള ആ സൈറ്റ് അവിടേക്ക് എക്സ്പോസ് ചെയ്തിട്ടുള്ള വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ആൻഡ് കൊളാജനുമായിട്ട് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ബൈൻഡ് ചെയ്യുന്ന സമയത്താണ് ദി എൻറ്റയർ പാത്വേ ഓഫ് ഹീമോസ്റ്റാസിസ് ഇസ് ഇനീഷ്യേറ്റഡ്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം പ്രൈമറി ഹീമോസ്റ്റാസിസ്, അത് കഴിഞ്ഞ് പിന്നെ ബൈ ദ വേ സെക്കൻഡറി ഹീമോസ്റ്റാസിസ് തുടങ്ങുന്നു. അങ്ങനെയാണ് ഇപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഇത് മൊത്തത്തിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്ലേറ്റ്ലെറ്റ്സിന്റെ റോൾ ഇൻ കൊയാഗുലേഷൻ ആൻഡ് ത്രോംബോസിസ് എന്ന് പറയുന്നത് അത്രയും നെസസറി അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിഫറൽ സ്മിയർ നോക്കുന്ന സമയത്ത് ദേ ആർ സ്മോൾ റൗണ്ട് സെൽസ് അറൌണ്ട് 3 to 4 മൈക്രോൺസ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ മെംബ്രെയിന്റെ മുകളിലായിട്ട് ദർ ആർ 2 മെംബ്രെയിൻ ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഈ 2 ഗ്ലൈക്കോപ്രോട്ടീൻസിനും ഈ പ്ലേറ്റ്ലെറ്റ്സ് ഹീമോസ്റ്റാസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് എഥിഷൻ ആണ്. എഥിഷനിൽ സഹായിക്കുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ 1b9 ആയിരുന്നു അല്ലെ. ഗ്ലൈക്കോപ്രോട്ടീൻ 1b9 വിച്ച് ഹെൽപ്സ് ഇൻ ബൈൻഡിങ് ഓഫ് ദ പ്ലേറ്റ്ലെറ്റ്സ് വിത്ത് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ. അവിടെയാണ് പ്ലേറ്റ്ലെറ്റ് എഥിഷൻ നടക്കുന്നത്. സോ എഥിഷൻ കോസസ് ദി ആക്ടിവേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. ആക്ടിവേഷൻ ആണ്. പിന്നെ ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് ചില സബ്സ്റ്റൻസസ് സറൗണ്ടിങ്സിലേക്ക് റിലീസ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഇനീഷ്യേറ്റ്സ് ദി എഗ്രിഗേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ എഗ്രിഗേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് പിന്നെ അട്ടിയായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്താ പറയാ അവിടെ കൂടി നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു എന്താ പറയാ മെംബ്രെയിൻ ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് ഗ്ലൈക്കോപ്രോട്ടീൻ 2b3a അല്ലെ. 2b3a ഇസ് ദ അനദർ റിസെപ്റ്റർ ഓൺ ദ സെൽ സർഫസ്. അപ്പൊ ഫൈബ്രിനോജന്റെ സഹായത്തോടു കൂടി തമ്മിൽ പ്ലേറ്റ്ലെറ്റ്സുകളെ തമ്മിൽ ബൈൻഡ് ചെയ്യിക്കുന്നത് ഈ 2b3a ആയിരുന്നു. അപ്പൊ ഈ 2 ഗ്ലൈക്കോപ്രോട്ടീൻസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഓർമ്മയില്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പൊ ഈ 2 ഗ്ലൈക്കോപ്രോട്ടീൻസിന്റെ എന്താ പറയാ പേരുകളും അത് ഹീമോസ്റ്റാസിസിൽ എന്ത് പാർട്ടാണ് വഹിക്കുന്നത് എന്നുള്ളതും ഓർമ്മ ഉണ്ടാവണം കേട്ടോ. പിന്നെ നോർമൽ കൗണ്ട് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് 1.5 to 4.5 lakhs per millimeter cube and നോർമൽ ലൈഫ് സ്പാൻ ഇസ് അറൌണ്ട് 4 to 10 days. ചില ടെക്സ്റ്റ് ബുക്കിൽ 7 to 10 days എന്നും പറയാറുണ്ട്. രണ്ടും
ഓക്കെ ആണ് കേട്ടോ. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം, ദ ലാർജസ്റ്റ് സെൽ ഇൻ ദ ബോൺ മാരോ ദാറ്റ് ഇസ് മെഗാ കാരിയോസൈറ്റ് ഹാവിംഗ് എ സൈസ് അറൌണ്ട് 35 to 60 മൈക്രോൺസ്. അപ്പൊ ഈ ഒരു ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ നിന്നും എന്താ പറയാ, അങ്ങനെ പൊട്ടി വീഴുന്ന, ബഡ് ചെയ്ത് പൊട്ടി വീഴുന്ന എന്താ പറയാ, സെല്ലുലാർ ഫ്രാഗ്മെന്റ്സ്, ഇറ്റ്സ് നോട്ട് എ സെൽ, സൈറ്റോപ്ലാസ്മിക് ഫ്രാഗ്മെന്റ്സ് ആണ് ആക്ച്വലി നമ്മളെ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ സിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ബോൺ മാരോയില് ത്രോംബോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഈ ഒരു പ്ലേറ്റ്ലെറ്റിന്റെ സിന്തസിസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ത്രോംബോസൈറ്റോപീനിയ ആണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ റിഗാർഡിംഗ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 1.5 to 4.5 ലാക്സ് ആയിരുന്നു അല്ലെ നോർമൽ വാല്യൂ. അപ്പൊ അതിൽ നിന്ന് 1 ലാക്കിൽ താഴെയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് falls below 1 lakh cells per millimeter cube, that condition is called thrombocytopenia. So in case of thrombocytopenia, എന്തായിരിക്കും ഉണ്ടാവുക? ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റിന് പ്രൈമറി ഹീമോസ്റ്റാസിസിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം പ്ലേറ്റ്ലെറ്റ്സ് അവിടെ അവൈലബിൾ അല്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദർ വിൽ ബി ബ്ലീഡിങ് ഇൻ ടു സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ജെനൈറ്റോ യൂറിനറി ട്രാക്ട്. അതായത് ബ്ലീഡിങ് ടൈം എന്ന് പറയുന്നത് അത്യാവശ്യം പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പം ഇതിന്റെ ക്ലിനിക്കൽ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഇൻക്രീസ് നമ്പർ ഓഫ് പെറ്റക്കിയയുടെ ടെസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാപ്പിലറി ഫ്രജിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഹെസ് ടെസ്റ്റ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ത്രോംബോസൈറ്റോപീനിക് ആയിട്ടുള്ള കേസസിലായിരിക്കും പെറ്റക്കിയയുടെ നമ്പർ കൂടുന്നത്. 5 കൂടുതലൊക്കെ പെറ്റക്കിയാസ് വരിക എന്ന് പറയുന്ന സമയത്ത് ഇഫ് ദ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു 70,000 താഴെയൊക്കെ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഓക്കെ, സോറി, സം ടെക്നിക്കൽ ഇഷ്യൂ. ഓഡിബിൾ അല്ലേ? ഇപ്പൊ ഓക്കെ മാം. ഓക്കെ, അപ്പം സ്പ്ലിനിക് കൂളിംഗ് നടക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയാനുള്ള റീസൺസ് ആയിട്ട് വരുന്നത്. അപ്പം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഇൻക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രക്ഷൻ. അപ്പൊ ഇൻക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രീവിയസ് സ്ലൈഡ് ഒന്നുകൂടി പറയൂ മാം. പ്രീവിയസ് സ്ലൈഡ് പറയാം. ഒന്നും കേട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ത്രോംബോസൈറ്റോപീനിയ ഞാൻ പറഞ്ഞല്ലോ 1 ലാക്ക് സെൽസിനേക്കാളും കുറയുന്നതാണെങ്കിൽ നമ്മൾ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയാം. സോ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന കണ്ടീഷൻ ആവുന്ന സമയത്ത് ബ്ലീഡിംഗ് ടൈം വിൽ ബി പ്രൊലോങ്ഡ് അല്ലെ. സോ ആ ബ്ലീഡിംഗ് പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ആവില്ല. ദാറ്റ് ഈസ് പ്രൈമറി ഹീമോസ്റ്റാസിസ് കറക്റ്റ് ആയിട്ട് നടക്കില്ല. സോ ദർ വിൽ ബി ബ്ലീഡിംഗ് ഇൻ ടു സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ജെനൈറ്റോ യൂറിനറി ട്രാക്ട്. അപ്പൊ അതിന്റെ സിംറ്റംസ് ആയിട്ട് എന്താ പറയാ, നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ നോക്കുന്ന ടെസ്റ്റുകളൊക്കെ നമുക്ക് ഓർക്കാം. അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇവിടെ അബ്നോർമൽ ആയിരിക്കും. പ്ലേറ്റ്ലെറ്റ് എന്താ പറയാ, എഗ്രിഗേഷൻ ടെസ്റ്റിൽ എന്താ പറയാ ഡിഫറൻസസ് വരാം. അതേപോലെ തന്നെ ബ്ലീഡിംഗ് ടൈം വിൽ ബി പ്രൊലോങ്ഡ് ആൻഡ് ഓൾസോ ടോണിക്കറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഹെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പെറ്റിക്കിയാസിന്റെ നമ്പർ കൂടുതലായിരിക്കും. നമ്മൾ 5 താഴെ പെറ്റിക്കിയാസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നോർമൽ ആണ്, 5 കൂടുതലാണെങ്കിൽ അത് അബ്നോർമൽ ആണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഹിയർ ദർ വിൽ ബി ഇൻക്രീസ് നമ്പർ ഓഫ് പെറ്റിക്കിയാസ് ഡ്യൂറിംഗ് ദ ഹെസ് ടെസ്റ്റ്. അതുപോലെ തന്നെ ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും. ദർ വിൽ ബി ഹെമറേജസ് ആൻഡ് ഇംപയർഡ് ക്ലോട്ട് റിട്രാക്ഷൻ. ഇതൊക്കെയാണ് ത്രോംബോസൈറ്റോപീനിയയുടെ ജനറൽ ആ ഒരു ടെസ്റ്റിന്റെ പാറ്റേൺ വരുന്നത്. ഇനി ഇതിന്റെ കോസസ്, അതായത് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന ഒരു പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു കണ്ടീഷന്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും? ഒന്നുകിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവാത്തോണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റ്സ് ഡിസ്ട്രോയിഡ് ആയി പോകുന്നോണ്ടാവാം, അല്ലെങ്കിൽ സ്പ്ലിനിക് പൂളിംഗ് നടക്കുന്നുണ്ടാകും. അതായത് സ്പ്ലീന് ഈ പ്ലേറ്റ്ലെറ്റ്സിനെയൊക്കെ എന്താ പറയുക നശിപ്പിച്ച് കളയാം, ഫാഗോസൈറ്റോസ് ചെയ്ത് നശിപ്പിച്ച് കളയാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടാവും. സോ ദ കോസസ് ഓഫ് ത്രോംബോസൈറ്റോപീനിയ മേ ഇൻക്ലൂഡ് ഇൻക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രക്ഷൻ, decreased platelet production and splenic pooling. Okay,
അപ്പം നമുക്ക് അതുമായിട്ട് ബേസ് ചെയ്യുന്ന കണ്ടീഷൻ നോക്കാം. ഇൻക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രക്ഷനിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ITP. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ITP. ITP is otherwise called idiopathic thrombocytopenic purpura. Okay, idiopathic thrombocytopenic purpura. It's also called immune thrombocytopenic purpura. അപ്പൊ ഇമ്മ്യൂൺ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ആന്റിജൻ ആന്റിബോഡി കൺസെപ്റ്റ് അല്ലെ. ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ എന്ന് നമുക്ക് പറയാം, ഇഡിയോപ്പത്തിക് ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറയാം. അപ്പൊ ITP എന്ന് പറയുമ്പം അവിടെ പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രോയിഡ് ആവുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് എല്ലാ കണ്ടീഷൻസും പഠിക്കേണ്ട കാര്യമില്ല, പഠിക്കേണ്ട പേരുകൾ മാത്രമേ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അപ്പൊ ITP can be basically divided into acute ITP and chronic ITP. acute ITP ഉണ്ട്, ക്രോണിക് ITP ഉണ്ട്. acute ITP എന്ന് പറയുമ്പോൾ acute എന്ന് പറഞ്ഞാൽ എന്താ, സഡൻ ഓൺസെറ്റ് അല്ലെ, സഡൻ ഓൺസെറ്റ് ആണ്. അവിടെ എന്താ വെച്ചാൽ കൂടുതലും അത് എഫക്ട് ചെയ്യുന്നത് ചിൽഡ്രൻ ആൻഡ് യങ് അഡൽസിനെയാണ്, ചിൽഡ്രൻ ആൻഡ് യങ് അഡൽസ്. ക്രോണിക് ITP ആകുമ്പോൾ കൂടുതലും അഡൽസിനെയാണ്, യങ് അഡൽസിൽ കുറച്ച് അഡൽസിനെയാണ് ക്രോണിക് ITP എഫക്ട് ചെയ്യുന്നത്. അപ്പൊ acute ITP എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണെന്നറിയോ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി പ്ലേറ്റ്ലെറ്റ് ആന്റിബോഡീസ്, അതായത് നമ്മുടെ പ്ലേറ്റ്ലെറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ്, IgM ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് വരുവാണ്. അപ്പം ഈ IgM ആന്റിബോഡി പ്ലേറ്റ്ലെറ്റുമായിട്ട് കോട്ട് ചെയ്ത് കളയും. അപ്പൊ ആന്റിബോഡി കോട്ടഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ്, ആ ആന്റിബോഡി കോട്ടഡ് പ്ലേറ്റ്ലെറ്റ്സിനെ നമ്മളെ സ്പ്ലീൻ സിക്വസ്ട്രേറ്റ് ചെയ്യും. സ്പ്ലീന് സർക്കുലേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. സ്പ്ലീനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്പ്ലീന് ഗ്രൂമർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലെ. നമ്മുടെ ബ്ലഡിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകളെയും ഇങ്ങനെ എന്താ പറയാ നശിപ്പിച്ച് കളയാനായിട്ട് ഗ്രൂം ചെയ്ത് നശിപ്പിച്ച് കളയുന്ന ഒരാളാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം അതേപോലെ സ്പ്ലീൻ. അപ്പൊ അതേപോലെ ഇത്തരം പ്ലേറ്റ്ലെറ്റ്സ് ആന്റിബോഡി കോട്ടഡ് IgM ആന്റിബോഡി കോട്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ റെറ്റിക്കുലോ എൻഡോത്തീരിയൽ സെൽസ് ഓഫ് ദ സ്പ്ലീൻ എന്ത് ചെയ്ത് കളയുന്നു, സിക്വസ്ട്രേറ്റ് ചെയ്ത് നശിപ്പിച്ച് കളയുന്നു. സോ what happens is that there will be thrombocytopenia. അപ്പൊ ഇങ്ങനെയുള്ള ആന്റിബോഡി കോട്ടഡ് പ്ലേറ്റ്ലെറ്റ്സ് ഒരുപാട് വരുന്ന സമയത്ത് ആ പ്ലേറ്റ്ലെറ്റ്സിനെയൊക്കെ സ്പ്ലീൻ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് കൗണ്ട് കുറയും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനാണ് ITP, acute ITP എന്ന് പറയുന്നത്. ക്രോണിക് ITP എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ 2B3A എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ഇല്ലേ, 2B3A എന്തിനു സഹായിക്കുന്നതായിരുന്നു, എഗ്രിഗേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള 2B3A. ആ 2B3A ഗ്ലൈക്കോപ്രോട്ടീനിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ്, ആന്റിപ്ലേറ്റ്ലെറ്റ് ആന്റിബോഡീസ്. ഓക്കെ, 2B3A ഓഫ് പ്ലേറ്റ്ലെറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ്. അപ്പം എന്താ സംഭവിക്കുക, എന്താ പറയാ എഗ്രിഗേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല, ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആകുന്നു. കണ്ടില്ല, അതിന്റെ സിംറ്റംസ് നോക്കുമ്പോൾ പറയാം. acute ITPന്റെ കേസിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ് കുറയുന്നത്. അതായത് രണ്ടിലും ആന്റിബോഡീസിന്റെ കാര്യമാണെങ്കിലും അവിടെ സംഭവിക്കുന്ന ഫിനോമിനൻ ഡിഫറെന്റ് ആണ്. ഇവിടെ എന്ന് പറയുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായി പോവുക ചെയ്യുന്നത് അല്ലെ, അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക ചെയ്യുന്നത് acute ITPയിൽ. ക്രോണിക് ITPന്റെ കേസിൽ പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, 2B3A എന്ന് പറയുന്ന ഈ ഒരു റിസപ്റ്ററിനെ ആന്റിബോഡി വന്ന് മാസ്ക് ചെയ്തിരിക്കുക. അപ്പൊ 2B3Aക്ക് അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഫംഗ്ഷൻ എന്താ, 2B3Aന്റെ സഹായത്തോടു കൂടിയാണ് മറ്റുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഫൈബ്രിനോജൻ ആ ഒരു എന്താ പറയാ ബോണ്ട് വെച്ചിട്ട് മറ്റുള്ള പ്ലേറ്റ്ലെറ്റ്സ് വന്ന് എഗ്രിഗേറ്റ് ചെയ്യുന്നത് 2B3Aയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഈ 2B3Aനെ മാസ്ക് ചെയ്ത് ആന്റിബോഡി മാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഗ്രിഗേഷൻ അവിടെ നടക്കില്ല അല്ലെ. എഗ്രിഗേഷൻ നടന്നില്ലെങ്കിൽ ആ പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഫോം ചെയ്യില്ല. അപ്പം ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആവും, ക്ലോട്ട് റിട്രാക്ഷൻ ഡെഫിഷ്യന്റ് ആവും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പം acute ITPയും ക്രോണിക് ITPയും ഉണ്ട്. രണ്ട് കേസിലും ഇറ്റ് ഇസ് ഇമ്മ്യൂൺ മീഡിയേറ്റഡ്, ഇറ്റ് ഇസ് ആന്റിബോഡി മീഡിയേറ്റഡ്. പക്ഷെ ആന്റിബോഡി മീഡിയേറ്റഡ് ആണെങ്കിലും അവിടെ ഉണ്ടാകുന്ന എന്താ പറയാ മെക്കാനിസം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റുകളുടെ പാറ്റേണും ഡിഫറെന്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ സ്പ്ലീൻ പ്ലേറ്റ്ലെറ്റ്സിനെ തന്നെ അങ്ങ് കൊണ്ടുപോവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നുള്ളൊരു പ്രശ്നമാണ് ITPക്ക് കൂടുതലായിട്ടുള്ളത്, acute ITPക്ക് ഉള്ളത്. പക്ഷെ മറ്റേ കേസിൽ കൂടുതലും പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷനെയാണ് ഇന്ററപ്റ്റ് ചെയ്യുന്നത് അല്ലെ. പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇന്ററപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആവുന്നുണ്ട്, ക്ലോട്ട് റിട്രാക്ഷൻ ഡെഫിഷ്യന്റ് ആവുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ acute ITPയിലും ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും, ബട്ട് ദാറ്റ് ഇസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞാലും ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആവുമല്ലോ. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കാം. നൗ കമ്മിങ് ഓൺ ടു ദ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സ്, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സിൽ
6 ഡിസോർഡേഴ്സ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പം ഇവിടെ എന്താ പറയാ, ഡിസോർഡറിന്റെ പേര്, എന്തിന്റെ ഡെഫിഷ്യൻസി ആണ്, എന്താണ് അതിന്റെ, നമുക്ക് പെരിഫറൽ സ്മിയറിലോ കാണാം, പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ആയിട്ട് എടുത്തു പറയേണ്ട എന്തെങ്കിലും ഫീച്ചർ ഉണ്ടെങ്കിൽ അത്, ആ രീതിയിലാണ് ടാബുലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ബെർണാഡ് സോളിയർ സിൻഡ്രോം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബെർണാഡ് സോളിയർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ദർ ഇസ് ദ ഡെഫിഷ്യൻസി ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ 1B9. 1B9 എന്ന് പറയുന്ന പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം 1B9 ഡെഫിഷ്യന്റ് ആയ എന്തായിരിക്കും സംഭവിക്കുക? വോൺ വിലിബ്രാൻഡ് ഫാക്ടറുമായിട്ട് ബൈൻഡ് ചെയ്യില്ല, അല്ലെ? 1B9 ഡെഫിഷ്യന്റ് ആണെങ്കിൽ വോൺ വിലിബ്രാൻഡ് ഫാക്ടറുമായിട്ട് ബൈൻഡ് ചെയ്യില്ല. ദാറ്റ് മീൻസ് പ്ലേറ്റ്ലെറ്റ് അഡഷൻ നടക്കില്ല. സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്ലേറ്റ്ലെറ്റ് അഡഷൻ ഡിഫക്ട്. ഓർത്ത് വെക്കുക, ബെർണാഡ് സോളിയർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പ്ലേറ്റ്ലെറ്റ് അഡഷൻ ഡിഫക്ട്. ദർ ഇസ് ഡെഫിഷ്യൻസി ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ 1B9. സോ അവിടെ ദ അഡഷൻ എന്ന് പറയുന്നത്, അതായത് വോൺ വിലിബ്രാൻഡ് ഫാക്ടറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കില്ല. സോ വാട്ട് ഹാപ്പൻസ്? അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ, അതായത് ബെർണാഡ് സോളിയർ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിൽ കാണപ്പെടുന്ന ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ആണ് ജയന്റ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, സോ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത്, ജയന്റ് പ്ലേറ്റ്. അപ്പൊ ജയന്റ് പ്ലേറ്റ്ലെറ്റ്സ് കാണുന്ന കണ്ടീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ബെർണാഡ് സോളിയർ സിൻഡ്രോം. സോ ഈ ഒരു കേസിൽ ദർ വിൽ ബി മൈൽഡ് ത്രോംബോസൈറ്റോപീനിയ, ഗം ബ്ലീഡിംഗ് ഉണ്ടാവും. ബിക്കോസ് എന്താ പറയാ, എന്തെങ്കിലും ഈസി ബ്രൂസിങ്, അതായത് മൈനർ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ബ്ലഡ് നിൽക്കുന്നത് ബ്ലഡ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാൻ കുറച്ച് സമയം എടുക്കും സ്വാഭാവികമായിട്ടും, അല്ലെ? പ്ലേറ്റഡ് അഡഷൻ നടക്കുന്നില്ല എങ്കിൽ ബ്ലീഡിംഗ് ടൈം കുറച്ച് പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനാണ് ബെർണാഡ് സോളിയർ സിൻഡ്രോം. അപ്പൊ എന്തിന്റെ ഡെഫിഷ്യൻസി ആണെന്ന് ഓർക്കുക, ബാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിലേക്ക് വന്നോളും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഗ്ലാൻസ്മാൻ ത്രോംബോസ്തീനിയ. ഗ്ലാൻസ്മാൻ ത്രോംബോസ്തീനിയ എന്ന് പറയുമ്പോൾ അതർ ഗ്ലൈക്കോപ്രോട്ടീന്റെ ഡെഫിഷ്യൻസി ഏതാണ്? 2B3 ഡെഫിഷ്യൻസി. 2B3 ഡെഫിഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈബ്രിനോജൻ അവിടെ എന്തിനായിരിക്കും ബാധിക്കുക? എഗ്രിഗേഷനെ ആയിരിക്കും ബാധിക്കുക, അല്ലെ? കാരണം 2B3 എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സുകളെ തമ്മിൽ കണക്ട് ചെയ്ത് എഗ്രിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് 2B3. അപ്പൊ 2B3 ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഹിയർ ഓൾസോ ദർ വിൽ ബി കംപ്ലീറ്റിംഗ് ഡിഫക്റ്റീവ് എഗ്രിഗേഷൻ. അതായത് നമ്മൾ ADP കൊടുത്താലും കൊളാജൻ കൊടുത്താലും എപ്പിനെഫ്രിൻ ഇങ്ങനെയുള്ള എഗ്രിഗേറ്റിംഗ് ഏജൻസിന്റെ ഒന്നും പ്രസൻസിൽ എഗ്രിഗേഷൻ നടക്കില്ല. കാരണം എഗ്രിഗേറ്റിംഗ് ഏജൻസ് നമ്മൾ കുറെ കൊടുത്തോണ്ട് കാര്യമില്ല, ഇവർക്ക് പ്ലേറ്റ്ലെറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണ്ടേ, എങ്കിലല്ലേ എഗ്രിഗേഷൻ നടക്കുള്ളൂ. സോ ആ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് നമ്മൾ ഏത് എഗോണിസ്റ്റ് ഏത് എഗ്രിഗേറ്റിംഗ് ഏജൻസിന്റെ പ്രസൻസിലാണെങ്കിൽ പോലും there will be defective aggregation. Okay, so that is about Glanzmann thrombosthenia. അടുത്തതാണ് വോൺ വിലിബ്രാൻഡ് ഡിസീസ്. വോൺ വിലിബ്രാൻഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും there is deficiency of von Willebrand factor, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സിന്തസിസ് ഓഫ് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ. അപ്പൊ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ലെങ്കിൽ അഗെയിൻ അഡഷൻ നടക്കില്ല. ഇപ്പൊ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ലെങ്കിലും അഡഷൻ നടക്കില്ല, 1B9 ഇല്ലെങ്കിലും അഡഷൻ നടക്കില്ല. അതായത് ബെർണാഡ് സോളിയർ സിൻഡ്രോത്തിലും വോൺ വിലിബ്രാൻഡ് ഡിസീസ് എന്ന് പറയുന്നതൊക്കെ പ്ലേറ്റ്ലെറ്റ് അഡഷൻ ഡിഫക്റ്റിന് എക്സാമ്പിൾ ആണ്. ഈ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ലാത്ത പക്ഷം ഫാക്ടർ 8ന്റെ അളവും കുറയുന്നുണ്ട്. ഓക്കെ, വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ലെങ്കിൽ ഫാക്ടർ 8ന്റെ അളവും കുറയുന്നുണ്ട്. അതിപ്പോ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അതിന്റെ റീസൺ നമുക്ക് പഠിക്കാം. അപ്പം വോൺ വിലിബ്രാൻഡ് ഫാക്ടറും ഫാക്ടർ 8ഉമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ വോൺ വിലിബ്രാൻഡ് ഡിസീസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ദർ ഇസ് ഡിഫക്റ്റീവ് എഗ്രിഗേഷൻ ഇൻ റെസ്പോൺസ് ടു റിസ്റ്റോസെറ്റ്. അതായത് മറ്റുള്ള എഗ്രിഗേറ്റിംഗ് ഏജൻസിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യും, പക്ഷെ റിസ്റ്റോസെറ്റിൻ എന്ന് പറയുന്ന എഗ്രിഗേറ്റിംഗ് ഏജന്റിന്റെ പ്രസൻസിലുള്ള പ്ലേറ്റ്ലെറ്റ് എഗ്രിഗേഷൻ ഡിഫക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ടെസ്റ്റ് തന്നെയാണ് വോൺ വിലിബ്രാൻഡ് ഡിസീസിന്റെ മെയിൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചോളൂ, റിസ്റ്റോസെറ്റിൻ ഇൻഡ്യൂസ്ഡ് പ്ലേറ്റ്ലെറ്റ് എഗ്രിഗേഷൻ ഡിഫക്റ്റീവ് ആണെങ്കിൽ ദാറ്റ് ഇസ് വോൺ വിലിബ്രാൻഡ് ഡിസീസ്. അപ്പൊ വോൺ വിലിബ്രാൻഡ് ഡിസീസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റിന്റെ പേരാണ് എന്താ പറയാ, പ്ലേറ്റ്ലെറ്റ് എഗ്രിഗേഷൻ വിത്ത് റിസ്റ്റോസെറ്റിൻ. ഓക്കെ, അപ്പൊ റിസ്റ്റോസെറ്റിൻ എന്നുള്ള അഗ്രിഗേറ്റിംഗ് ഏജന്റ് എപ്പോഴും വോൺ വിലിബ്രാൻഡ് ഡിസീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. വോൺ വിലിബ്രാൻഡ് ഡിസീസിൽ റിസ്റ്റോസെറ്റിന്റെ പ്രസൻസിലുള്ള അഗ്രിഗേഷൻ ഡിഫക്റ്റീവ് ആയിരിക്കും. അടുത്തത് ഷിഡിയാക് ഹിഗാഷി സിൻഡ്രോം. ഷിഡിയാക് ഹിഗാഷി സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇവിടെ ലിസ്റ്റ് പ്രോട്ടീൻ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അകത്ത് ചില ആൽഫ ഗ്രാന്യൂൾസ്, ഡെൻസ് ഗ്രാന്യൂൾസ് എന്നൊക്കെ പറഞ്ഞ കുറെ ഗ്രാന്യൂൾസും ലൈസോസോംസും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോട്ടീന്റെ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് ഷിഡിയാക് ഹിഗാഷി സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വിസ്കോട്ട് ആൽഡ്രിക് സിൻഡ്രോം.
അവിടെ വിസ്കോട്ട് ആൽഡ്രിക് സിൻഡ്രോം പ്രോട്ടീൻ, ആ പ്രോട്ടീന്റെ മ്യൂട്ടേഷൻ, ആ പ്രോട്ടീൻ എൻകോഡ് ചെയ്യുന്ന ജീനിന്റെ മ്യൂട്ടേഷൻ കാരണമാണ് വിസ്കോട്ട് ആൽഡ്രിക് സിൻഡ്രോം ഉണ്ടാവുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ മൈക്രോ പ്ലേറ്റ്ലെറ്റ്സിന്റെ സൈസ് ഭയങ്കര ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ മൈക്രോ പ്ലേറ്റ്ലെറ്റ്സ് ഇൻ പെരിഫറൽ സ്മിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വിസ്കോട്ട് ആൽഡ്രിക് സിൻഡ്രോം. ജയന്റ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബെർണാഡ് സോളിയർ സിൻഡ്രോം. നെക്സ്റ്റ് വൺ ഇസ് ഗ്രേ പ്ലേറ്റ്ലെറ്റ് സിൻഡ്രോം. ഗ്രേ പ്ലേറ്റ്ലെറ്റ്, അപ്പൊ നോർമലി നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് പെരിഫറൽ സ്മിയറിൽ കാണാൻ ഗ്രേ കളറിലല്ല അല്ലെ. നമ്മൾ ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സി ഫൈൻ പേർപ്പിൾ, പിങ്ക് ആയിട്ടുള്ള എന്താ പറയാ ഫ്രാഗ്മെന്റ്സ് പോലെയാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കാണാൻ പറ്റുക. സോ വൈ ഇറ്റ് ഇസ് കോൾഡ് ഗ്രേ പ്ലേറ്റ്ലെറ്റ് സിൻഡ്രോം? ബിക്കോസ് ദർ ഇസ് ലാക്ക് ഓഫ് ആൽഫ ഗ്രാന്യൂൾ പ്രോട്ടീൻ. അതായത് ആൽഫ ഗ്രാന്യൂൾസിന്റെ പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്. നമുക്കറിയാലോ നമ്മുടെ ഓരോരോ സെൽസ് ഒക്കെ ഒരു പെർട്ടിക്കുലർ സ്റ്റെയിൻ എടുക്കുന്നത് അതിനകത്തുള്ള എന്തെങ്കിലും ഒരു കെമിക്കൽ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ഇപ്പൊ ന്യൂട്രോഫിലിന്റെ ഗ്രാന്യൂൾസ് പർപ്പിൾ പിങ്ക് കളർ എടുക്കുന്നതും യോസ്നോഫിലിന്റെ ഗ്രാന്യൂൾസ് ഓറഞ്ച് റെഡ് കളർ എടുക്കുന്നതും ആ ഗ്രാന്യൂൾസിന്റെ കണ്ടന്റ്സ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, സിമിലർലി പ്ലേറ്റ്ലെറ്റ്സിന് ഒരു പെർട്ടിക്കുലർ കളർ ഒരു സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ്ലെറ്റ്സിന്റെ ആ സ്റ്റെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ പ്രോട്ടീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രസന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അത് റിലീസ് ചെയ്യുന്ന ആൽഫ ഗ്രാന്യൂൾ പ്രോട്ടീൻ ലാക്ക് ആവുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് ഗ്രാന്യൂൾസിന് പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ആ ഒരു എന്താ പറയാ കേസ് ആണ് നമ്മൾ ഗ്രേ പ്ലേറ്റ്ലെറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലേറ്റ്ലെറ്റ്സിന്റെ കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ കളർ എടുക്കാൻ സഹായിക്കുന്ന ദാറ്റ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ഇസ് ഡെഫിഷ്യന്റ്. ഓക്കെ, അതിനുള്ള റീസൺ എന്താണ്? ആൽഫ ഗ്രാന്യൂൾസ് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ ആൽഫ ഗ്രാന്യൂൾസ് ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രേ പ്ലേറ്റ്ലെറ്റ് സിൻഡ്രോം ഉണ്ടാവുന്നത്. അവിടെ പ്ലേറ്റ്ലെറ്റ്സ് പെരിഫറൽ സ്മിയറിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് നോക്കിയാലും ദ പ്ലേറ്റ്ലെറ്റ്സ് അപ്പിയേഴ്സ് ഗ്രേ ഇൻ കളർ. ഓക്കെ, അപ്പം ജയന്റ് പ്ലേറ്റ്ലെറ്റ്സ്, മൈക്രോ പ്ലേറ്റ്ലെറ്റ്സ്, ഗ്രേ പ്ലേറ്റ്ലെറ്റ്സ് ഇതെല്ലാം ഓർത്ത് വെക്കാം. പിന്നെ റിസ്റ്റോസെറ്റിൻ ഇൻഡ്യൂസ്ഡ് പ്ലേറ്റഡ് അഗ്രിഗേഷൻ ഡെഫിഷ്യന്റ് ആവുന്നത് വോൺ വിലിബ്രാൻഡ് ഫാക്ടറിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കേസാണ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ഡിസോർഡേഴ്സിൽ വരുന്നത്. ബെർണാഡ് സോളിയർ സിൻഡ്രോം, 1b9 ഡെഫിഷ്യൻസി, ഗ്ലാൻസ്പാൻ ത്രോംബോസ്തീനിയ, 2b3a ഡെഫിഷ്യൻസി, വോൺ വിലിബ്രാൻഡ് ഡിസീസിൽ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഡെഫിഷ്യൻസി, ഷിഡിയാക് ഹിഗാഷിയിൽ ലിസ്റ്റ് പ്രോട്ടീൻ. അത് ഓർക്കണമെന്നില്ല, നിർബന്ധമില്ല, പക്ഷെ പ്ലേറ്റഡ് ഫംഗ്ഷൻ ഡിസോർഡർ ആണെന്ന് ഓർത്ത് വെക്കാം. പിന്നെ വിസ്കോട്ട് ആൽഡ്രിക് സിൻഡ്രോം, അവിടെയാണ് മൈക്രോ പ്ലേറ്റ്ലെറ്റ്സ്. ഗ്രേ പ്ലേറ്റ്ലെറ്റ്സ് ആകുമ്പോൾ ഗ്രേ കളർ ഓഫ് പ്ലേറ്റ്ലെറ്റിന്റെ ആൽഫ ഗ്രാനുൾസ് ലാക്ക് ചെയ്യുന്നതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ് വോണ്ട് ടേക്ക് അപ്പ് എനി ഓഫ് ദ സ്റ്റെയിൻ ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ഗ്രേ ഇൻ കളർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇത് നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ എല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം. സി, നമുക്കറിയാം, സോ ദിസ് ഇസ് എ വാസ്കുലർ വാൾ, ദിസ് ഇസ് എൻഡോത്തീലിയൽ സെൽ, ആൻഡ് ഇവിടെ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഉണ്ട്. ഇപ്പൊ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ആണ് ഡെഫിഷ്യന്റ് എങ്കിൽ അവിടെ വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആണ്. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ പ്ലേറ്റ്ലെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ 1b9 ആണ് ഡെഫിഷ്യന്റ് എങ്കിൽ അത് ബെർണാഡ് സോളിയർ സിൻഡ്രോം ആണ്. സോ വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആയാലും ബെർണാഡ് സോളിയർ സിൻഡ്രോം ആയാലും അവിടെ അദഷൻ ഡിഫക്റ്റ് ആണല്ലോ. പ്ലേറ്റ്ലെറ്റ് അദഷൻ ഡിഫക്റ്റ് ആണ്. ഓക്കെ, അദഷന് സഹായിക്കുന്ന രണ്ടാളുകൾ, ഒന്ന് വോൺ വിലിബ്രാൻഡ് ഫാക്ടറും ഒന്ന് ഗ്ലൈക്കോപ്രോട്ടീൻ 1b9 ആണ്. അപ്പൊ അത് രണ്ടിന്റെയും ഡിസോർഡേഴ്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെ പ്ലേറ്റ്ലെറ്റ്സിനുള്ളിൽ യു ക്യാൻ സി ഡെൻസ് ഗ്രാന്യൂൾസ്, ആൽഫ ഗ്രാന്യൂൾസ്, ലൈസോസോം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ലിസ്റ്റ് പ്രോട്ടീൻ ഇസ് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദിസ് ലൈസോസോം. ഓക്കെ, അതേപോലെ ആൽഫ ഗ്രാന്യൂൾസ്. അപ്പൊ ഇതൊക്കെ അഗ്രിഗേഷൻ ആണ് മെയിൻ ആയിട്ടും ബാധിക്കുന്നത്. പിന്നെ നമ്മളെ ഗ്ലൈക്കോപ്രോട്ടീൻ 2b3a ആണ് ഗ്ലാൻസ്മാൻ ത്രോംബോസ്തീനിയ. ഫൈബ്രിനോജൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എഫ് ഫൈബ്രിനോജനീമിയ. അപ്പം ഇതെന്ന് പറയുന്നത് എഗ്രിഗേഷൻ ആണ് അല്ലെ. അതായത് ഈ 2b3യുടെ സഹായത്തോടു കൂടി രണ്ട് പ്ലേറ്റ്ലെറ്റ്സുകൾ തമ്മിൽ കൂടിച്ചേരുന്നത് ഇൻ ബിറ്റ്വീൻ എ ഫൈബ്രിനോജൻ. സോ ഇത് എഗ്രിഗേഷൻ ആണ്. അപ്പം ഈ ഡിസോർഡർ ഒക്കെ എഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്ലേറ്റ്ലെറ്റിന് ആകെ രണ്ട് ഫംഗ്ഷനല്ലേ ഉള്ളൂ, ഒന്ന് അദഷനും മെയിൻ ആയിട്ട്, പിന്നെ ഒന്ന് അഗ്രിഗേഷനും. അപ്പം അദഷൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, എഗ്രിഗേഷൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം.
അടുത്തതായിട്ട് ഇനി വാസ്കുലർ പെർപ്യൂറാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലൈഡ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നമുക്ക് ഇതും കൂടെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് പഠിച്ചെടുക്കാൻ. ഓക്കെ, പേരുകളും കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പം അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ റീഡ്. ഓക്കെ, ഇനി നമുക്ക് ഡിസോർഡേഴ്സ് ഓഫ് കൊയാഗുലേഷനിലേക്ക് പോകാം. ഡിസോർഡേഴ്സ് ഓഫ് കൊയാഗുലേഷൻ ഓർ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. അപ്പൊ ഇവിടെ തൊട്ടാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. For coagulation disorders or bleeding disorders can be basically classified into hereditary disorders and acquired disorders. Hereditary and acquired. Hereditary വരുന്നതാണ് വോൺ വിലിബ്രാൻഡ് ഡിസീസ്, ഹീമോഫീലിയ എ, ബി ആൻഡ് സി, അതേഴ്സ് ഒക്കെ വരുന്നു ഹെറിഡിറ്ററി ഡിസോർഡേഴ്സിലാണ്. acquired ഡിസോർഡേഴ്സിൽ വരുന്നതാണ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി, ലിവർ ഡിസീസ്, DIC ആൻഡ് അതേഴ്സ്. ഓക്കെ, അപ്പം കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊയാഗുലേഷൻ എന്താ പറയാ, ഡിസോർഡേഴ്സ് ഓഫ് കൊയാഗുലേഷൻ പറയുമ്പോൾ കൊയാഗുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. കൊയാഗുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എങ്കിൽ അത് ബ്ലീഡിംഗ് കൂടുന്ന ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ ആണ് അല്ലെ. അപ്പം ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കൊയാഗുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ത്രോംബോട്ടിക് ഡിസീസസ് അല്ല കേട്ടോ. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ആണ് ഡിസോർഡേഴ്സ് ഓഫ് കൊയാഗുലേഷനിൽ വരുന്നത്. അപ്പൊ ഹെറിഡിറ്ററി ഡെഫിഷ്യൻസീസിൽ ഫാക്ടർ 8 ഡെഫിഷ്യൻസി നമ്മൾ ഫാക്ടേഴ്സ് പഠിച്ച സമയത്ത് 8, 9, 11 ഇങ്ങനെയാണ് ഹീമോഫീലിയ എ ബി സി നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. 8, 9 and 11. അപ്പൊ 8 is ഹീമോഫീലിയ എ, 9 is ഹീമോഫീലിയ ബി ആൻഡ് 11 is ഹീമോഫീലിയ സി. 9 is also called ക്രിസ്മസ് ഡിസീസ്. ഇതേ ഹെറിഡിറ്ററി ഡെഫിഷ്യൻസിയിൽ വരുന്നത് തന്നെയാണ് വോൺ വിലിബ്രാൻഡ് ഡിസീസും, വിച്ച് ഇസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഹീമോഫീലിയ എ. അപ്പൊ ഹീമോഫീലിയ എ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ജെനറ്റിക് ഡിസോർഡർ. ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആണ്. ഹിയർ ഇവിടെ ഫാക്ടർ 8 ആണ് ഡെഫിഷ്യൻസി. ഓക്കെ, ഫാക്ടർ 8 ആണ് ഡെഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഫാക്ടർ 8 ഡെഫിഷ്യൻസി അതർവൈസ് കോൾഡ് as ക്ലാസിക്കൽ ഹീമോഫീലിയ. ഓക്കെ, ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഹീമോഫീലിയ എ ആണ്. അപ്പൊ ഫാക്ടർ 8 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫാക്ടർ വോൺ വിലിബ്രാൻഡ് ഫാക്ടറും ഫാക്ടർ 8ഉം തമ്മിലുള്ള ഒരു കണക്ഷൻ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സി, ദിസ് ഇസ് ദ കണക്ഷൻ. നമ്മുടെ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ. ഈ വോൺ വിലിബ്രാൻഡ് ഫാക്ടറിന്റെ കൂടെ അല്ലെങ്കിൽ വോൺ വിലിബ്രാൻഡ് ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വോൺ വിലിബ്രാൻഡ് ഫാക്ടറിന്റെ ഒരു മൈനർ കോമ്പണന്റ് ആണെന്ന് നമുക്ക് പറയാം. വോൺ വിലിബ്രാൻഡ് ഫാക്ടറിന്റെ ഒരു ചെറിയ പാർട്ടാണ് ഫാക്ടർ 8C എന്ന് പറയുന്നത്. അതായത് ഫാക്ടർ 8 ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വോൺ വിലിബ്രാൻഡ് ഫാക്ടറിന്റെ ഒപ്പമാണ്. ഓക്കെ, അപ്പൊ ഫാക്ടർ 8 എന്ന് പറയുമ്പോൾ അതിന് ഓവറോൾ ആയിട്ടും 2 കോമ്പോണൻസ് ഉണ്ട്. ഒന്ന് 2 ഗ്ലൈക്കോപ്രോട്ടീൻസ് ആയിട്ട് അല്ലെങ്കിൽ 2 കോമ്പോണൻസ് ആയിട്ടാണ് വരുന്നത്. ഒന്നാമത്തത് ഫാക്ടർ 8C. ഫാക്ടർ 8C ആണ് ഇത്. ഓക്കെ, 8C എന്ന് പറയൂ കേട്ടോ. 8C ഇസ് എ സ്മോളർ കോമ്പോണന്റ് ആൻഡ് ലാർജർ ഫ്രാക്ഷൻ ആണ് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ. അപ്പൊ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ കുറയുമ്പോൾ ഫാക്ടർ 8ഉം കുറവായിരിക്കും എന്നുള്ളത് ഓർക്കുക. അതാണ് നമ്മൾ നേരത്തെ വോൺ വിലിബ്രാൻഡ് ഡിസീസിൽ പറഞ്ഞത്, ഫാക്ടർ 8Cയുടെ അളവും റെഡ്യൂസ്ഡ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്, ഫാക്ടർ 8C ഇസ് ട്രാൻസ്പോർട്ടഡ് along with the von Willebrand factor. ഓക്കെ, പക്ഷെ ഇവർ രണ്ടുപേരും സിന്തസൈസ് ചെയ്യുന്നത് 2 സ്ഥലങ്ങളിൽ നിന്നാണ് കേട്ടോ. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ മോണോമർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സിന്തസൈസ്ഡ് ബൈ എൻഡോത്തീലിയൽ സെൽ ആൻഡ് മെഗാകാരിയോസൈറ്റ്. അതേസമയം ഫാക്ടർ 8 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ. ഓക്കെ, ലിവറിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്നതാണ് ഫാക്ടർ 8C. അതേസമയം വോൺ വിലിബ്രാൻഡ് ഫാക്ടർ എൻഡോത്തീലിയൽ സെൽസും മെഗാകാരിയോസൈറ്റും ഒക്കെ സിന്തസൈസ് ചെയ്യുന്നതാണ്. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ക്രോമസോം നമ്പർ 12ഉമായിട്ട് ലിങ്ക് ചെയ്തതാണ്. ഫാക്ടർ 8C എന്ന് പറയുമ്പോൾ അതൊരു എക്സ് ലിങ്ക്ഡ് ജീനാണ്. ഫാക്ടർ 8C ഇസ് എക്സ് ലിങ്ക്ഡ്. ഓക്കെ, ആൻഡ് ഫാക്ടർ 8 നമുക്കറിയാം ഇൻട്രൻസിക് പാത്വേയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ പ്ലേറ്റഡ് അഡഷനും പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗിന്റെ ഒക്കെ ഫോർമേഷനെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഇതിൽ ഫാക്ടർ 8 കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹീമോഫീലിയ എ എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടർ 8ന്റെ അളവ് കുറയുന്ന കണ്ടീഷനാണ് ഹീമോഫീലിയ എ. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സ് ലിങ്ക്ഡ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഫാക്ടർ 8 ഇസ് എക്സ് ലിങ്ക്ഡ്, അതായത് 2 സെക്സും 2 ജെൻഡേഴ്സും ഈ ഒരു ഡിസീസ് പ്രസന്റ് ചെയ്യുന്നത് 2 രീതിയിലായിരിക്കും. ഓക്കെ,
അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇൻഹെറിറ്റൻസ് പറയുകയാണെങ്കിൽ ദിസ് ഇസ് എൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ്. അപ്പൊ ഇവിടെ ഫാക്ടർ എക്സ് ക്രോമസോമില് ഫാക്ടർ 8 F8 എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട് എക്സ് ക്രോമസോമില്. അപ്പൊ എക്സ് ക്രോമസോമില് ഈ F8 ജീനിന് മ്യൂട്ടേഷൻ വരുന്നതിന്റെ ഭാഗമായി സൗണ്ട് പോയി. ഓക്കെ. അപ്പം കേക്കാലോ അല്ലെ? ഓക്കെ. സോ അത് വൈഫൈ കട്ടായതാണേ, സോറി. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മെയിൽസും ഫീമെയിൽസും ഇത് പ്രസന്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും അല്ലെ. സോ മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ദി ആർ ഓൺലി ഹാവിങ് വൺ എക്സ് ക്രോമസോം അല്ലെ. ആകെ ഒരു എക്സ് ക്രോമസോമേ അവർക്കുള്ളൂ. ആ എക്സില് ഈ ഫാക്ടർ 8 മ്യൂട്ടന്റ് ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അത് പുറത്തേക്ക് പ്രസന്റ് ചെയ്യും. കാരണം അവരിൽ ആകെ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ എന്നുള്ള ആ ഒരു സംഭവം മനസ്സിലാക്കണം. അപ്പൊ അതിൽ ഒരു ജീൻ ഡിഫക്റ്റ് ആണെങ്കിൽ ആ ഡിഫക്റ്റീവ് ജീൻ റിലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ എന്തായാലും എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഫാക്ടർ 8ന്റെ സിന്തസിസ് അബ്നോർമൽ ഫാക്ടർ 8 ആയിരിക്കും. സോ ഫാക്ടർ 8 സിന്തസിസ് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ മെയിൽസ്. അപ്പൊ മെയിൽസിന്റെ കേസിൽ മെയിൽ പാസസ് ഹിസ് അബ്നോർമൽ ഫാക്ടർ അബ്നോർമൽ ഈ ഒരു XH എന്ന് പറയുന്ന ഈ ഒരു അബ്നോർമൽ എക്സ്, ആ എക്സ് ക്രോമസോം അവര് മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം എക്സ് ക്രോമസോം പാസ് ചെയ്യുന്നത് ഡോട്ടേഴ്സിലേക്കാണ് അല്ലെ. അപ്പൊ ആ മെയിലിൽ നിന്നും ഉണ്ടാകുന്ന ഡോട്ടേഴ്സിലേക്ക് ഈ എക്സ് ക്രോമസോമിനെ കൊടുക്കും. പക്ഷെ ഡോട്ടേഴ്സ് വിൽ ഓൺലി ബി കാരിയേഴ്സ്. കാരണം എന്താ, അവർക്ക് രണ്ട് എക്സ് ക്രോമസോം ഉണ്ട്. അപ്പം ഈ ഫാദറിൽ നിന്നും കിട്ടിയ ഈ എക്സ് ക്രോമസോം XH എന്ന് പറയുന്ന ഡിഫക്റ്റീവ് ക്രോമസോം ആണെങ്കിൽ കൂടി മദറിൽ നിന്നും കിട്ടിയ എക്സ് ക്രോമസോം നോർമൽ ആണ്. അപ്പൊ അതുകൊണ്ട് അവർ കാരിയർ ആവുള്ളൂ. ഓക്കെ. അതേസമയം Y ക്രോമസോം ആണ് ആ മെയിലിൽ നിന്നും ഉണ്ടാവുന്ന സണ്ണിന് Y ക്രോമസോം ആണ് കൊടുക്കുക. അപ്പം ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹീമോഫീലിയാക്ക് ആയിട്ടുള്ള ഫാദറിൽ നിന്നും ഉണ്ടാകുന്ന ബോയ്സ് എന്ന് പറയുമ്പോൾ അവർ നോർമൽ ആയിരിക്കും. അല്ലെങ്കിൽ സൺ എന്ന് പറയുമ്പോൾ അവർ നോർമൽ ആയിരിക്കും. ബിക്കോസ് അത് അവർ പാസ് ചെയ്തത് Y ക്രോമസോം ആണ്. പക്ഷെ അതിൽ നിന്നും ഉണ്ടാകുന്ന ഡോട്ടർ എന്ന് പറയുമ്പോൾ അത് കാരിയർ ആയിരിക്കും. ഓക്കെ. ഇനി ഫീമെയിൽസ് ആണെങ്കിൽ ഹീമോഫിലിയാക്ക് ബോയ്, എ കാരിയർ ഗേൾ ആൻഡ് 2 നോർമൽ ചിൽഡ്രൻ. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനെ നമുക്ക് നോക്കാം. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സി, ഇതാണ് രണ്ടാമത് പറഞ്ഞ എക്സാമ്പിൾ. അതായത് ഫീമെയിൽ കാരിയർ ആണെങ്കിൽ ഫീമെയിൽ യൂഷ്വലി കാരിയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഫീമെയിൽ ഹീമോഫീലിയാക്ക് ആവണമെങ്കിൽ ആ ഫീമെയിലിന്റെ ഫാദറിൽ നിന്നും മദറിൽ നിന്നും ഓരോരോ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് ജീൻ കിട്ടണം. അത് വളരെ റെയർ ആണ് അല്ലെ. അപ്പൊ യൂഷ്വലി എന്താ പറയാ, മദർ എന്ന് പറയുന്നത് കാരിയർ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ കരിയർ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റെഡ് കളറുള്ള ഒരു എക്സും ഒരു നോർമൽ ബ്ലാക്ക് എക്സും കൊടുത്തിട്ട്. അപ്പം റെഡ് കളർ എക്സ് എന്ന് പറയുമ്പോൾ ഡിഫക്റ്റീവ് എക്സ് ആണ്. അതായത് ഹീമോഫീലിയക്ക് ജീൻ ക്യാരി ചെയ്യുന്ന എക്സ് ആണ് റെഡ് കളർ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഫാദർ ഇസ് നോർമൽ, ഫാദർ ഇസ് വിത്തൗട്ട് ഹീമോഫീലിയ. അപ്പൊ സെക്കൻഡ് വണ്ണിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു പാരന്റ്സ്, അതിൽ നിന്നും ഉണ്ടാകുന്ന ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ
XY ആൻഡ് XX ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. സോ നമുക്ക് നോക്കാം XY ആൻഡ് XX. ഇതില് ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സിനെ നമുക്ക് XH എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇതില് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നോർമൽ എക്സ് ഫ്രം ദി ഫാദർ ആൻഡ് ഡിഫക്റ്റീവ് എക്സ് ഫ്രം ദ മദർ. അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുന്നത്? നോർമൽ എക്സ് ഫ്രം ദ ഫാദർ ആൻഡ് ഡിഫക്റ്റീവ് എക്സ് ഫ്രം ദ മദർ എന്ന് പറയുമ്പോൾ XX ആണ്, ദാറ്റ് ഇസ് കാരിയർ ആയിട്ടുള്ള ഒരു ഡോട്ടർ അല്ലെ, കാരിയർ ഡോട്ടർ. അതാണ് ഒരു പ്രോബബിലിറ്റി. നോർമൽ എക്സ് ഫ്രം ദി ഫാദർ ആൻഡ് നോർമൽ എക്സ് ഫ്രം ദ മദർ, അതായത് നോർമൽ ഡോട്ടർ, ഈ ഒരു ഹിമോഫിലിക് ജീൻ ക്യാരി ചെയ്യാത്ത ഡോട്ടർ. ഇനി നോർമൽ വൈഫ് ഫ്രം ദി ഫാദർ ആൻഡ് ഡിഫക്റ്റീവ് എക്സ് ഫ്രം ദി മദർ. സോ ദിസ് ഇസ് എ ഹീമോഫീലിയാക് സൺ അല്ലെ. കാരണം സണ്ണിന്റെ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, ആ എക്സ് ഹീമോഫീലിയാക് ജീൻ ക്യാരി ചെയ്യുന്നതാണെങ്കിൽ സൺ കംപ്ലീറ്റ് സിംറ്റംസ് ഓഫ് ഹീമോഫീലിയ എക്സ്പ്രസ് ചെയ്യും. അപ്പം സൺ വിൽ ഹാവ് ഹീമോഫീലിയ. അതേസമയം നോർമൽ വൈഫ് ഫ്രം ദി ഫാദർ ആൻഡ് നോർമൽ എക്സ് ഫ്രം ദി മദർ, സൺ വിത്തൗട്ട് ഹീമോഫീലിയ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഹീമോഫീലിയയുടെ കേസിൽ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇതുപോലെ മെയ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ പ്രോബബിലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡയഗ്നോസിസിലേക്ക് വരാം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു അല്ലെ, എന്തൊക്കെയായിരിക്കും ഹീമോഫീലിയ, എന്തൊക്കെയാണ് നമ്മൾ മെക്കാനിസം കാര്യങ്ങളും അറിയാം, ടെസ്റ്റുകളെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഈ ഹീമോഫീലിയയുടെ കേസിൽ, ഹീമോഫീലിയ എന്റെ കേസിൽ എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും കൂടുക കുറയുക എന്നുള്ളത്. ഞാനിവിടെ സ്ലൈഡ് ചെറുതായിട്ടൊന്ന് എന്താ പറയുക മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. വാട്ട് വിൽ ബി ദ ഡയഗ്നോസിസ് ഇൻ കേസ് ഓഫ് ഹീമോഫീലിയ? ബ്ലീഡിംഗ് ടൈം എന്തായിരിക്കും ഹീമോഫീലിയ എയുടെ കേസിൽ? ബ്ലീഡിംഗ് ടൈം എന്തായിരിക്കും? നോർമൽ ആയിരിക്കോ, പ്രൊലോങ്ഡ് ആയിരിക്കോ? ബ്ലീഡിംഗ് ടൈം ഇപ്പൊ ആലോചിക്കുക. ഹീമോഫീലിയ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 8. ഇറ്റ് ഈസ് നത്തിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ. പ്ലേറ്റ്ലെറ്റ്സുമായിട്ട് ഹീമോഫീലിയയ്ക്ക് ഒരു ബന്ധവും. സോ ബ്ലീഡിംഗ് ടൈം വിൽ ബി നോർമൽ. ബ്ലീഡിംഗ് ടൈം നോർമൽ ആയിരിക്കും, കാരണം ഇവിടെ ഫാക്ടർ 8 ആണ് ഡെഫിഷ്യന്റ്. ഓക്കെ, പ്രൈമറി ഹീമോസ്റ്റാസിസിന് ഇവിടെ ഒരു കുഴപ്പമില്ല. സോ ബ്ലീഡിംഗ് ടൈം നോർമൽ ആയിരിക്കും. പ്ലേറ്റ്ലെറ്റ് കൗണ്ടോ നോർമൽ ആയിരിക്കും. പ്രോത്രോംബിൻ ടൈം ഹീമോഫീലിയയുടെ കേസിൽ പ്രോത്രോംബിൻ ടൈം നോർമൽ ആയിരിക്കോ? PT is normal in hemophilia. APTT ആണ് പ്രൊലോങ്ഡ് ആവുന്നത്. ഓക്കെ, APTT ആണ് പ്രൊലോങ്ഡ് ആവുന്നത്. ഇപ്പോഴും ഓർത്ത് വെക്കുക, നമ്മളെ ഫാക്ടർ 8 വരുന്നത് ഏത് പാത്വേയിലാണെന്നുള്ളത് ഓർത്താൽ മതി. ഫാക്ടർ 8 വരുന്നത് ഏത് പാത്വേയിലാണ്? ഇൻട്രിൻസിക് പാത്വേ മെഷർ ചെയ്യുന്നത് PT ആണോ APTT ആണോ? APTT. സോ APTT പ്രൊലോങ്ഡ് ആവുന്നതാണ് ഹീമോഫീലിയ. PT is very normal. ഓക്കെ, ക്ലോട്ടിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കോ? ക്ലോട്ടിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും. ഓക്കെ, ക്ലോട്ടിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പൊ ബ്ലീഡിംഗ് ടൈം നോർമൽ, ക്ലോട്ടിംഗ് ടൈം പ്രൊലോങ്ഡ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ, PT നോർമൽ, APTT പ്രൊലോങ്ഡ്. ഓക്കെ, അപ്പൊ ഈ APTT പ്രൊലോങ്ഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രൊലോങ്ങേഷൻ ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ എത്രത്തോളം ഫാക്ടർ 8 ആ പേഷ്യന്റ് ഡെഫിഷ്യന്റ് ആണ് എന്നനുസരിച്ചിരിക്കും എത്രത്തോളം പ്രൊലോങ്ഡ് ആവുന്നു എന്നുള്ളത്. ഓക്കെ, പക്ഷേ നമ്മൾ നോർമൽ പ്ലാസ്മ ആഡ് ചെയ്ത് കൊടുത്താൽ, നോർമൽ പ്ലാസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ മിക്സിംഗ് സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് APTT പ്രൊലോങ്ഡ് ആയിട്ടുണ്ടെങ്കിൽ we have an option to add normal plasma. അതായത് നോർമൽ പ്ലാസ്മ ആഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അവിടെ ആ നോർമൽ പ്ലാസ്മയിൽ ഉള്ള ഒരു ഫാക്ടർ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ആ ഒരു നോർമൽ പ്ലാസ്മയിൽ കിട്ടിയ ഒരു ഫാക്ടർ ആണ് അവിടെ ഡെഫിഷ്യന്റ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
പിന്നെ ഫൈബ്രിനോജൻ SA നോർമൽ ആയിരിക്കും. FDP ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല അല്ലെ. ഇവിടെ ക്ലോട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല, ഇവിടെ ബ്ലീഡിങ് നിൽക്കാത്ത പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ഡൈമർ ഒന്നും ആയിട്ട് നമ്മൾ ഹീമോഫിലിക്ക് കണക്ഷൻ ഇല്ല. സോ ഫാക്ടർ 8 SA നോക്കുകയാണെങ്കിൽ അത് റെഡ്യൂസ്ഡ് ആയിരിക്കും. ബിക്കോസ് ഫാക്ടർ 8ന്റെ കുറവുകൊണ്ടാണല്ലോ ഈ അസുഖം ഉണ്ടാവുന്നത്. പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ സ്റ്റഡീസ് നോർമൽ ആയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹീമോഫീലിയ A ഈസ് നത്തിങ് റിലേറ്റഡ് ടു പ്ലേറ്റ്ലെറ്റ്സ്. അവിടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ബ്ലീഡിംഗ് ടൈം, പ്ലേറ്റഡ് ഫംഗ്ഷൻ സ്റ്റഡീസ് ഇതൊക്കെ നോർമൽ ആണ്. ഫൈബ്രിനോജൻ ഇസ് ഓൾസോ നോർമൽ. ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സിന് ഇവിടെ കണക്ഷൻ ഇല്ല. ഓക്കെ, ഇവിടെ കൊയാഗുലേഷൻ എന്താ പറയാ മെക്കാനിസം പാത്വേ ആണ് ഇവിടെ നടക്കാത്തത്. അത് തന്നെ നമ്മുടെ ഇൻട്രൻസിക് പാത്വേ. സോ APTT is prolonged, clotting time is prolonged, PT is normal. Clear? Clear ആണോ? ഓക്കെ, ഇനി ഹീമോഫീലിയ ഹീമോഫീലിയ ബിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് ക്രിസ്മസ് ഡിസീസ്. ഇത് എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ്. ഇവിടെയും ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഹീമോഫീലിയ A. ഇവിടെ നമുക്ക് രണ്ടും തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് A ആണോ B ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏജ്ഡ് പ്ലാസ്മയും എഡ്സോർബ്ഡ് പ്ലാസ്മയും യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്താൽ ഹീമോഫീലിയ A കാരണമാണോ APTT കൂടിയത്, B കാരണമാണോ APTT കൂടിയതെന്ന് മനസ്സിലാകും. ആ ടെസ്റ്റ് ഓർമ്മയുണ്ടല്ലോ, ഏജ്ഡ് പ്ലാസ്മയും എഡ്സോർബ്ഡ് പ്ലാസ്മയും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഓർക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് ഇതിന് തമ്മിൽ തരംതിരിക്കുക കേട്ടോ. സോ ഇതും ഒരു എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണ്. ദിസ് ഇസ് ഡ്യൂ ടു എ ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 9. ഓക്കെ, ഇപ്പൊ 9 നമ്മളെ F8 പോലെ തന്നെ F9 എന്ന് പറയുന്ന ജീന്റെ മ്യൂട്ടേഷൻ കാരണം ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എൻ അബ്നോർമൽ ഫാക്ടർ 9 ദാറ്റ് ഇസ് കോൾഡ് എസ് ക്രിസ്മസ് ഡിസീസ്. ഓക്കെ, അപ്പൊ ഇവിടെയും APTT ഇൻക്രീസ്ഡ് ആണ്. ഫാക്ടർ 9ന്റെ SA ചെയ്യുന്ന സമയത്ത് അത് റെഡ്യൂസ്ഡ് ആയിരിക്കും. PT നോർമൽ ആണ്. കറക്ഷൻ സ്റ്റഡീസിൽ ഇറ്റ് ഇസ് കറക്റ്റഡ് വിത്ത് ഏജ്ഡ് പ്ലാസ്മ. അപ്പൊ ഏജ്ഡ് പ്ലാസ്മ വെച്ചിട്ടും എഡ്സോർബ്ഡ് പ്ലാസ്മ വെച്ചിട്ടുള്ള കറക്ഷൻ സ്റ്റഡീസ് യൂസ് ചെയ്തിട്ടാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീമോഫീലിയനെ തമ്മിൽ തരംതിരിക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ഓൺ ടു വോൺ വിലിബ്രാൻഡ് ഡിസീസ്. വോൺ വിലിബ്രാൻഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ക്യാരി ചെയ്യുന്നത് ക്രോമസോം നമ്പർ 12-ലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇറ്റ് ഇസ് എൻ ഓട്ടോസോമൽ ഡിസീസ്, ഇറ്റ് ഇസ് എൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ. അപ്പം ഇവിടെ ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ആണ് ഡെഫിഷ്യന്റ്. സോ സ്വാഭാവികമായിട്ടും പ്ലേറ്റഡ് അഡഷൻ വിൽ ബി ഡിഫക്റ്റ് അല്ലെ. ഡിഫക്റ്റീവ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. ഇപ്പൊ ഇതൊരു പ്ലേറ്റഡ് ഫംഗ്ഷൻ ഡിഫക്റ്റ് ആണ്. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഡെഫിഷ്യന്റ് ആവുന്ന സമയത്ത് പ്ലേറ്റഡ് അഡഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. ഗ്ലൈക്കോപ്രോട്ടീൻ 1B9 ഇത് ബൈൻഡ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു പ്രൈമറി ഹീമോസ്റ്റാസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സംഭവം നടക്കില്ല. സോ പ്ലേറ്റഡ് അഡഷൻ ഡിഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഡെഫിഷ്യന്റ് ആവുന്ന സമയത്ത് മറ്റൊരു രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കൊയാഗുലേഷനെ അത് ബാധിക്കുന്നുണ്ട്. കാരണം എന്താണ്, വോൺ വിലിബ്രാൻഡ് ഫാക്ടറിന്റെ മുകളിലൂടെയാണ് ആര് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഫാക്ടർ 8 ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇസ് എ കാരിയർ ഓഫ് ഫാക്ടർ 8 ഇൻ ദ പ്ലാസ്മ. അപ്പം വോൺ വിലിബ്രാൻഡ് ഫാക്ടർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാക്ടർ 8ന്റെ അളവ് കുറയും. ഓക്കെ, ചിലപ്പോൾ ഫാക്ടർ 8 മീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. അത് എക്സ് ലിങ്ക്ഡ് ആയിട്ടാണല്ലോ ഉണ്ടാവുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്ത ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട പ്രോട്ടീൻ ഇല്ല, വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ല. അപ്പം പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾക്ക് അത്ര ലൈഫ് ഉണ്ടാവില്ല. അത് ഷോർട്ട് ഹാഫ് ലൈഫിൽ ഫാക്ടർ 8 നശിച്ചു പോകും. ഓക്കെ, അപ്പം ഇതാണ് വോൺ വിലിബ്രാൻഡ് ഡിസീസിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ആണ്. അപ്പൊ ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു പ്ലേറ്റ്ലെറ്റ്സ്. പക്ഷെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ ആയിരിക്കും. പ്ലേറ്റ്ലെറ്റ് അവിടെ ഉണ്ട്, അതിന് ബൈൻഡ് ചെയ്യാൻ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. സോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇസ് നോർമൽ. പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്റ്റോസെറ്റിൻ, പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ടെസ്റ്റ് കേട്ടോ. അഗ്രിഗേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്റ്റോസെറ്റിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അഗ്രിഗേഷൻ ഡിഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, റിസ്റ്റോസെറ്റിൻ ഇൻഡ്യൂസ്ഡ് അഗ്രിഗേഷൻ ഇസ് ഡിഫക്റ്റീവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ ഒരു അഗ്രിഗേഷൻ ഡിഫക്റ്റീവ്നെസ് വെച്ചിട്ടാണ് നമുക്ക് അത് വോൺ വിലിബ്രാൻഡ് ഡിസീസ് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി വോൺ വിലിബ്രാൻഡ് SA ചെയ്താലോ റെഡ്യൂസ്ഡ് ലെവലിലായിരിക്കും. APTT BT പ്രൊലോങ്ഡ് ആയിരിക്കും. കാരണം എദഷൻ നടക്കുന്നില്ല. ടോണിക്കോ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും, എദഷൻ നടക്കുന്നില്ല അല്ലെ. അപ്പൊ പ്ലേറ്റ്ലെറ്റ് റിലേറ്റ് ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ ഇവിടെ അബ്നോർമൽ ആയിരിക്കും. പക്ഷെ സ്റ്റിൽ പ്ലേറ്റഡ് കൗണ്ട് നോർമൽ ആണ്. Okay, then APTT will be slightly prolonged. Okay, APTT slightly prolonged ആയിരിക്കും വോൺ വിലിബ്രാൻഡ് ഡിസീസിൽ. APTT slightly prolonged ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഫാക്ടർ 8ന്റെ ഒരു കണക്ഷൻ ആണ്. ഓക്കെ, വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ല എങ്കിൽ ഫാക്ടർ 8 ഇല്ല, ഫാക്ടർ 8 ഇല്ല എങ്കിൽ APTT prolonged ആവും. ഓക്കെ,
നിങ്ങൾക്ക് ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ലബോറട്ടറി ഫൈൻഡിങ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോയാഗുലേഷന്റെ ഒരു കാര്യങ്ങളും നമുക്ക് ടെസ്റ്റുകളൊന്നും നമുക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. ബൈഹാർട്ട് എന്താ പറയാ, ഇങ്ങനെ ഇത് പ്രൊലോങ്ഡ് ആയിരിക്കും, ഇത് നോർമൽ ആയിരിക്കും, ഇത് അബ്നോർമൽ ആയിരിക്കും, വളരെ ബുദ്ധിമുട്ടാണത്. പക്ഷെ എന്താണ് മെക്കാനിസം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം ആ രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് വോൺ വിലിബ്രാൻഡ് ഡിസീസ്. ഇനി അടുത്തത് എക്വയർഡ് കോയാഗുലേഷൻ ഡിസോർഡേഴ്സിൽ ഒന്ന് വൈറ്റമിൻ കെ ഡിപ്പെൻഡന്റ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ആണ്. വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൈറ്റമിൻ കെയുടെ സഹായത്തോടു കൂടി ആക്ടിവേറ്റഡ് ആവുന്ന ചില ഫാക്ടേഴ്സ് ആണ് വൈറ്റമിൻ കെ ഡിപ്പെൻഡന്റ് കോയാഗുലേഷൻ ഫാക്ടേഴ്സ്. അതായത് 2, 7, 9, 10 ഫാക്ടേഴ്സ് 2, 7, 9, 10. അതുപോലെ പ്രോട്ടീൻ സി, പ്രോട്ടീൻ എസ്, ഇതൊക്കെ വൈറ്റമിൻ കെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ആണ്. അതായത് ഈ ഈ നാല് ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ കെ വേണം. ആക്ടിവേറ്റഡ് ഫാക്ടേഴ്സ് മാത്രമേ കോയാഗുലേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഈ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പാത്വേസ് ഒക്കെ ഡിഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് DIC ഓർ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ. അപ്പൊ പേരും തന്നെ വ്യക്തമാണ് എന്താണ് അവിടെ നടക്കുന്നത് വെച്ചാൽ അതൊരു കോയാഗുലേഷൻ, ഇവിടെ ഒരു ത്രോംബോസിസ് ഉണ്ടാകുന്ന പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ മറ്റൊരു രീതിയിൽ അവിടെ ബ്ലീഡിങ്ങും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താ നോക്കാം. So this is a syndrome in which either the intrinsic or extrinsic pathways or both pathways are activated to produce multiple fibrin clots in small blood vessel. അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിലൊക്കെ ഇതുപോലെ മൾട്ടിപ്പിൾ ഫൈബ്രിൻ ക്ലോട്ട്സ് ഇങ്ങനെ ഡിസെമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പല ഏരിയാസിലായിട്ട് ഇങ്ങനെ പരക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ അപ്പോൾ ഒരു രീതിയിലൂടെ കൊയാഗുലേഷൻ ആണ് നടക്കുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ക്ലോട്ട്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു രീതിയിൽ ഇതൊരു ക്ലോട്ടിംഗ് ഡിസോർഡർ ആണെന്ന് വേണേൽ പറയാം അല്ലെ. അതായത് ഹെമറൈജസ് ഇങ്ങനെ ക്ലോട്ട്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ത്രോംബസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ആവശ്യത്തിനല്ല ഫോം ചെയ്യുന്നത്. അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായതുകൊണ്ടോ ആ ഇഞ്ചുറി സീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഫോം ചെയ്തതല്ല. ഓക്കെ, അനാവശ്യമായിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള ക്ലോട്ട്സ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്ലോട്ട്സ് ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒക്കെ വെറുതെ യൂസ്ഡപ്പ് ആയി പോവാണ്. ഒരു കാര്യമില്ലാതെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉപയോഗിക്കേണ്ട അവസ്ഥ അല്ലെ. ആ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടല്ലേ ഈ ക്ലോട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, എല്ലാ കൊയാഗുലേഷൻ ഫാക്ടേഴ്സും യൂസ് ചെയ്ത് കഴിയുമ്പോൾ there will be reduction in coagulation factors in our plasma അല്ലെ. പ്ലാസ്മയിൽ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിന്റെ എണ്ണം കുറയും, പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണം കുറയും. അപ്പൊ അത് ഒരു ബ്ലീഡിങ് ടെൻഡൻസിയിലേക്ക് നയിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു ഇഞ്ചുറി വരുന്ന സമയത്ത് ഒരു ക്ലോട്ട് ഉണ്ടാവാനുള്ള കൊയാഗുലേഷൻ ഫാക്ടേഴ്സും പ്ലേറ്റ്ലെറ്റ്സും ഒന്നും അവിടെ ഉണ്ടാവില്ല. കാരണം എല്ലാം ഇതുപോലെ അനാവശ്യമായി യൂസ്ഡപ്പ് ആയി പോകും. അപ്പൊ ഇതൊരു രീതിയിൽ നമുക്ക് പറയാൻ വെച്ചാൽ ത്രോംബോ ഹെമറാജിക് ഡിസോർഡർ. ഒരു പക്ഷത്ത് ത്രോംബസ് ഉണ്ടാവുന്നുണ്ട്, ആ ത്രോംബസിന്റെ ഭാഗമായിട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ യൂസ്ഡപ്പ് ആയി പോകുന്നത് കൊണ്ട് ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ അത് സീൽ ചെയ്യാൻ എന്തില്ല, കൊയാഗുലേഷൻ ഫാക്ടേഴ്സോ പ്ലേറ്റ്ലെറ്റ്സോ ഉണ്ടായിന്ന് വരില്ല. സോ അത് ഒരു ബ്ലീഡിങ്ങിലേക്കും ലീഡ് ചെയ്യും. അപ്പൊ ദിസ് ക്യാൻ ബി കോൾഡ് എസ് എ ത്രോംബോ ഹെമറാജിക് ഡിസോർഡർ. ഓക്കെ, DIC ക്യാൻ ബി കോൾഡ് എസ് എ ത്രോംബോ ഹെമറാജിക് ഡിസോർഡർ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഇസ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്. അങ്ങനെ നമ്മളെ മൈക്രോ സർക്കുലേഷനിലൊക്കെ, അതായത് എല്ലാ ഏരിയാസിലായിട്ട് മൈക്രോ ത്രോംബസ്, ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ക്ലോട്ട്സ് ഫോം ചെയ്യുന്നു. ആ ക്ലോട്ടിനെ ലൈസ് ചെയ്യാൻ വേണ്ടി ഫൈബ്രോണലൈറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നു. അപ്പം ഈ ക്ലോട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റ്സിനെയും കൊയാഗുലേഷൻ ഫാക്ടേഴ്സിനെയും ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊരു ബ്ലീഡിംഗ് ഡിസോർഡറിലേക്കും ലീഡ് ചെയ്യുന്നു. ഇസ് ഇറ്റ് ക്ലിയർ DICയുടെ മെക്കാനിസം? അപ്പം ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എ ത്രോംബോ ഹെമറാജിക് ഡിസോർഡർ. അപ്പം ഇവിടെയും ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അക്യൂട്ട് ആൻഡ് ക്രോണിക്. അക്യൂട്ട് DIC, ക്രോണിക് DIC എന്നുള്ള രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഇവിടെ പ്ലേറ്റഡ് കൗണ്ട് കുറവായിരിക്കും, DICയിൽ പ്ലേറ്റഡ് കൗണ്ട് കുറവായിരിക്കും. കാരണം യൂട്ടിലൈസ് ചെയ്ത് പോകുന്നത് കൊണ്ട്, പ്ലേറ്റ്ലെറ്റ്സിനെയും കൊയാഗുലേഷൻ ഫാക്ടേഴ്സിനെയും യൂട്ടിലൈസ് ചെയ്ത് പോകുന്നുണ്ട് ഈ മൈക്രോത്രോംബിൻ ഫോർമേഷന്. അതുകൊണ്ട് ഇവിടെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറവായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ കൊയാഗുലേഷൻ ഫാക്ടേഴ്സും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ PT യും APTT യും പ്രൊലോങ്ഡ് ആയിരിക്കും.
ത്രോംബിൻ ടൈമും പ്രൊലോങ്ഡ് ആയിരിക്കും. ഓക്കെ, ഫ്രാഗ്മെന്റഡ് ആർ ബി സിസ് കാണാം, മൈക്രോ ത്രോംബസ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഒരുപാട് ക്ലോട്ട്സ്, മൈന്യൂട്ട് ആയിട്ടുള്ള ക്ലോട്ട്സ് ത്രൂ ഔട്ട് സർക്കുലേഷൻ ഉണ്ട്. ആ സർക്കുലേഷനിലുള്ള ക്ലോട്ടിനെ ലൈസ് ചെയ്യാൻ മറ്റൊരു മെക്കാനിസം ഫൈബ്രിനോലൈസിസ് നടക്കുന്നുണ്ട്. ഫൈബ്രിനോലൈസിസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് FDP പോസിറ്റീവ് ആയിരിക്കും, ഡി ഡൈമർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, INR-ഉം കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചാൽ കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒക്കെ യൂസ്ഡ് അപ്പ് ആയി പോകുന്നത് കൊണ്ട് INR വാല്യൂ ഇസ് ഓൾസോ ഇൻക്രീസ്ഡ് ഇൻ DIC. അപ്പൊ ഇതാണ് DIC-യുടെ മെക്കാനിസം. അപ്പൊ DIC-യിൽ ഒരു രീതിയിൽ എന്താ പറയാ, പ്ലേറ്റഡ് കൗണ്ട് കുറയുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ്സ്. ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ത്രോംബോഫീലിയ, അതായത് ത്രോംബസ് ഉണ്ടാകുന്ന, ക്ലോട്ട് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ്സ്. അപ്പം ദിസ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഇസ് എ സിസ്റ്റമിക് ഡിസോർഡർ റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ത്രോംബോസിസ്. അതായത് ത്രോംബോസിസ് ഉണ്ടാകാനുള്ള എന്താ പറയുക, ചാൻസസ് കൂടുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സും ഉണ്ട്, അക്വയർഡ് ഡിസോർഡേഴ്സും ഉണ്ട്. ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ആന്റിത്രോംബിൻ 3 ഡെഫിഷ്യൻസി. അതായത് ആന്റിത്രോംബിൻ 3 ആണ് കൊയാഗുലേഷൻ ഇൻഹിബിറ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആന്റിത്രോംബിൻ 3ന്റെ റോള്. ആ ഇൻഹിബിറ്റർ ഡെഫിഷ്യന്റ് ആണെങ്കിൽ കൊയാഗുലേഷൻ നടന്നുകൊണ്ടേയിരിക്കും, ക്ലോട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ത്രോംബോസിസ്, അല്ലെ? പ്രോട്ടീൻ C ഡെഫിഷ്യൻസി, അനദർ ഇൻഹിബിറ്റർ. പ്രോട്ടീൻ S, അനദർ ഇൻഹിബിറ്റർ. അപ്പൊ ഇൻഹിബിറ്റേഴ്സ് അതായത് കൊയാഗുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യണ്ടേ? ഇൻഹിബിറ്റ് ചെയ്തെങ്കിലല്ലേ അത് ഒരു പരിധിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവണം. അത് സ്റ്റോപ്പ് ആവുന്നില്ലെങ്കിൽ അവിടെ ത്രോംബോസിസിന്റെ റിസ്ക് കൂടുകയാണ്. അതുപോലെ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C റെസിസ്റ്റൻസ്. പ്രോട്ടീൻ സിയുടെ ഫംഗ്ഷൻ എന്ന് നമുക്കറിയാം. ആ പ്രോട്ടീൻ സിക്ക് ഒരു റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതാണ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് പ്രോത്രോംബിൻ പ്രൊഡക്ഷൻ, ഡിസ്ഫൈബ്രിനോജനീമിയ. അപ്പൊ ഇതൊക്കെ ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ഓഫ് ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി അക്വയർഡ് ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ലൂപ്പസ് ആന്റികോയാഗുലന്റ്, ആന്റി കാർഡിയോലിപ്പിൻ ആന്റിബോഡീസ്, പെറോക്സിസിമൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ. ഇതൊക്കെ അക്വയർഡ് ഡിസോർഡേഴ്സ് ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ആന്റിത്രോംബിൻ 3 ഡെഫിഷ്യൻസി. ആന്റിത്രോംബിൻ 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഹിബിറ്റേഴ്സ് ഓഫ് കോയാഗുലേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നാണ് ആന്റിത്രോംബിൻ 3, അല്ലെ? ഈ ആന്റിത്രോംബിൻ 3 പോയിട്ട് ത്രോംബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ കോയാഗുലേഷൻ പാത്വേ എന്താ സ്റ്റോപ്പ് ആവുന്നത്. അതായത് ഇനി ഫെർദർ ക്ലോട്ട് ഫോർമേഷൻ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം അതാണ് ആന്റിത്രോംബിൻ 3 എന്ന് പറയുന്നത്. അപ്പൊ ഹെപ്പാരിന്റെ ഫംഗ്ഷനും ഇതാണ്. ഹെപ്പാരിൻ ആന്റിത്രോംബിൻ 3യുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ത്രോംബിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്, ആന്റികോയാഗുലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പൊ ആന്റിത്രോംബിൻ 3 ഡെഫിഷ്യന്റ് ആണെങ്കിൽ നമ്മളെ ഹെപ്പാരിന്റെ ആക്ടിവിറ്റി കുറയും. അത് ഹെപ്പാരിൻ ആഡ് ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, ക്ലോട്ടിങ് നടക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രോട്ടീൻ C ഡെഫിഷ്യൻസി. പ്രോട്ടീൻ സിയും പ്രോട്ടീൻ എസും എന്നൊക്കെ പറയുന്നത് ഒരു വൈറ്റമിൻ K ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, നമ്മൾ വൈറ്റമിൻ K ഡെഫിഷ്യൻസിയിൽ 2, 7, 9, 10 കൂടെ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോട്ടീൻ സിയും പ്രോട്ടീൻ എസും. അപ്പൊ പ്രോട്ടീൻ സിയും പ്രോട്ടീൻ എസും ഒക്കെ ഇതുപോലെ എന്താ പറയാ, കൊയാഗുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്റെ ആക്ടിവേറ്റേഴ്സ്, അതായത് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി ഉണ്ടാവണം ആദ്യം. ഈ പ്രോട്ടീൻ സിന്റെ ആക്ടിവേറ്റേഴ്സിൽ വരുന്നതാണ് ത്രോംബിൻ. അതായത് ആ ക്ലോട്ട് ഉണ്ടാകുന്ന ആള് തന്നെ ഇനി ഫെർദർ ക്ലോട്ട് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ത്രോംബിൻ, ഫാക്ടർ 10, ആക്ടിവേറ്റഡ് ഫാക്ടർ 10, പ്രോട്ടീൻ സി ആക്ടിവേറ്റിംഗ് എൻസൈം, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പ്രോട്ടീൻ സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അങ്ങനെ പ്രോട്ടീൻ സി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് APC. APC എന്ന് പറയും ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി. ഈ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സിയും പ്രോട്ടീൻ എസിന്റെയും സഹായത്തോടു കൂടിയാണ് ഫാക്ടർ 5A-നെയും ഫാക്ടർ 8A-നെയും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ്. അപ്പം APC ആൻഡ് പ്രോട്ടീൻ എസ് ആണ് ഫാക്ടർ 8-നെയും ഫാക്ടർ 5-നെയും അങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അവരെ രണ്ടുപേരും ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫെർദർ ആയിട്ടുള്ള ക്ലോട്ട് ഫോം ചെയ്യില്ല. കാരണം അവർ രണ്ടുപേരും പാത്വേയിൽ, കോമൺ പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ആ കോയാഗുലേഷൻ മെക്കാനിസം അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഈ പ്രോട്ടീൻ സി എന്ന് പറയുന്നത്, പ്രോട്ടീൻ സി ഡെഫിഷ്യൻസി വരുമ്പോൾ എന്താ സംഭവിക്കുക? പ്രോട്ടീൻ സി ഉണ്ടെങ്കിൽ മാത്രമാണ് കോയാഗുലേഷന്റെ പാത്വേ ഇൻഹിബിറ്റഡ് ആവുന്നത്. പ്രോട്ടീൻ സി ഡെഫിഷ്യൻസി ആണെങ്കിലോ അത് ഇൻഹിബിറ്റഡ് ആവില്ല, അല്ലെ?
പ്രോട്ടീൻ സി ഡെഫിഷ്യൻസി വരുമ്പോൾ പ്രോട്ടീൻ സി ഇൻഹിബിറ്റഡ് ആവില്ല. ദാറ്റ് മീൻസ് കോയാഗുലേഷൻ മെക്കാനിസം തുടർന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ പ്രോട്ടീൻ സിയുടെയും പ്രോട്ടീൻ എസിന്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക. പ്രോട്ടീൻ സി ആണ് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. പ്രോട്ടീൻ സി ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ആ ഇൻഹിബിഷൻ നടക്കില്ല, ക്ലോട്ട് ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ ഒന്നാണ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി. ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി റെസിസ്റ്റൻസ്. ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതാണ് ഫാക്ടർ 5 ലേഡൻ എന്ന് പറയുന്നത്. അതായത് മ്യൂട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, ഫാക്ടർ 5, മ്യൂട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ 5, അതിനാണ് ഫാക്ടർ 5 ലേഡൻ എന്ന് പറയുന്നത്. അതായത് നോർമൽ ഫാക്ടർ 5ന്റെ ഒരു അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടുണ്ടാവുന്നതാണ് ഫാക്ടർ 5 ലേഡൻ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി പോയിട്ട് ഫാക്ടർ 5നെയും ഫാക്ടർ 8നെയുമാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ എ പി സിക്ക് ഫാക്ടർ 5നെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ? ഈ ഫാക്ടർ 5 എന്ന് പറയുന്ന ഒരു മ്യൂട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ 5 ആണ്. അതായത് എ പി സി ഏൽക്കാത്ത, എ പി സിയുടെ ആ ഒരു ക്ലീവിങ് അവിടെ ഏൽക്കാത്ത ഒരു ഫാക്ടർ 5, അതാണ് ഫാക്ടർ 5 ലീഡ് എന്ന് പറയുന്നത്. അപ്പം മ്യൂട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ 5ന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ, ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സിക്ക് ഇതിന്റെ മുകളിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പം അത് ഇൻഹിബിറ്റഡ് ആവില്ല. അപ്പം അതാണ് ഫാക്ടർ 5 laden. Okay, factor 5 laden or mutant factor 5. So factor 5 is not inactivated. Coagulation continue ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഒന്നാണ് ഇൻക്രീസ്ഡ് പ്രോത്രോംബിൻ പ്രൊഡക്ഷൻ. അപ്പൊ പ്രോത്രോംബിൻ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുക. പ്രോത്രോംബിൻ കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ത്രോംബിന്റെ അളവും കൂടും. ത്രോംബിന്റെ അളവ് കൂടുക എന്ന് പറയുമ്പോൾ ക്ലോട്ട് ഫോർമേഷൻ കൂടുന്ന സിറ്റുവേഷൻ. അതുപോലെ ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ, അതായത് ഹോമോസിസ്റ്റീന്റെ അളവ്, ബ്ലഡിൽ ഹോമോസിസ്റ്റീന്റെ അളവ് കൂടുന്ന സമയത്ത് തിറോസ്ക്ലീറോസിസ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതാണ് ത്രോംബോസിസ് ഓഫ് ആർട്ടറീസ് അതിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഇൻഹെറിറ്റഡ് ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ്സിൽ വരുന്നത്. അടുത്തത് വരുന്നത് എക്വയർഡ് ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ്സ് ആണ്. എക്വയർഡ് ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ്സിൽ വരുന്ന ടൈപ്പാണ്, 3 ടൈപ്പിൽ വരുന്നതാണ്. ഒന്ന് ലൂപ്പസ് ആന്റികോയാഗുലന്റ്, ഒന്ന് ആന്റി കാർഡിയോലിപ്പിൻ ആന്റിബോഡീസ്, ആന്റി ബീറ്റാ ടു ഗ്ലൈക്കോപ്രോട്ടീൻ 1 ആന്റിബോഡീസ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് ലൂപ്പസ് ആന്റികോയാഗുലൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ലൂപ്പസ് ആന്റികോയാഗുലൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു IgG അല്ലെങ്കിൽ ഒരു IgM ആന്റിബോഡി ആണ്. IgG ഓർ IgM ആന്റിബോഡിക്ക് എക്സാമ്പിൾ ആണ് ലൂപ്പസ് ആന്റികോയാഗുലന്റ്. ഇതൊരു ആന്റികോയാഗുലന്റ് അല്ല ആക്ച്വലി, അത് പേരൊരു മിസ്നോമർ ആണ്. നമ്മൾ പറയാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇൻവിട്രോ ആണ് അതൊരു ആന്റികോയാഗുലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ലൂപ്പസ് ആന്റികോയാഗുലന്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്ഫോലിപ്പിഡുമായിട്ട് ബൈൻഡ് ചെയ്ത് കളയും. നമ്മൾ ഫോസ്ഫോലിപ്പിഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ടോ? ഫോസ്ഫോലിപ്പിഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടോ ലാബില്? കോയാഗുലേഷൻ ടെസ്റ്റ്. ഫോസ്ഫോലിപ്പിഡിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ടോ? ഏതാണ്? APTT ആണല്ലോ.
ഓക്കെ. അപ്പോൾ ലൂപ്പസ് ആന്റികോയാഗുലന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൂപ്പസ് ആന്റികോയാഗുലന്റ് ഒരു ആന്റിബോഡി ആണ്, ഒരു IgG or IgM ആന്റിബോഡി ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു റിയാക്ട് വിത്ത് ദ ഫോസ്ഫോലിപ്പിഡ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ APTT പ്രൊസീജിയർ. ഓക്കെ, APTT നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്ന ഫോസ്ഫോലിപ്പിഡിനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഫാക്ടർ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക? ഫാക്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവും, ഇല്ലേ? APTT പ്രൊലോങ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നോർമൽ പ്ലാസ്മ ആഡ് ചെയ്ത് കൊടുത്താൽ അത് ക്ലിയർഡ് ആവാറുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? പക്ഷേ ഇവിടെ നോർമൽ പ്ലാസ്മ ആഡ് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഏജ്ഡ് പ്ലാസ്മ, അഡ്സോർബ്ഡ് പ്ലാസ്മ എങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്ത് കൊടുത്താലും APTT ക്ലിയർഡ് ആവില്ല. കാരണം ഇവിടെ ഫാക്ടറിന്റെ പ്രശ്നമല്ല, ഇവിടെ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ടല്ല, ഇവിടെ നമ്മൾ APTTയിൽ യൂസ് ചെയ്യുന്ന റിയേജന്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് APTT കൂടുന്നത്. അപ്പൊ എങ്ങനെ മിക്സിംഗ് സ്റ്റഡി ചെയ്താലും ലൂപ്പസ് ആന്റികോയാഗുലന്റിന്റെ കേസിൽ നമുക്ക് APTT കറക്റ്റഡ് ആവില്ല. ഓക്കെ, അപ്പം പേഷ്യന്റ് പ്ലാസ്മയും നോർമൽ പ്ലാസ്മയും ആഡ് ചെയ്താലും APTT പ്രൊലോങ്ഡ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഡ്യൂ ടു ഫാക്ടർ ഡെഫിഷ്യൻസി. ഫാക്ടർ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇവിടെ APTT കറക്റ്റഡ് ആവുമായിരുന്നു. പക്ഷെ ഇവിടെ റിയേജന്റ് ഫോസ്ഫോലിപ്പിഡിനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് APTT സ്റ്റിൽ പ്രൊലോങ്ഡ് ആവുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്താ പറയാ, ലൂപ്പസ് ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനു വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളായിരുന്നു അന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡൈല്യൂട്ട് റസൽസ് വൈപ്പർ വെനം ടെസ്റ്റ്, കൗലിൻ ക്ലോട്ടിംഗ് ടൈം, പ്ലേറ്റ്ലെറ്റ് ന്യൂട്രലൈസേഷൻ പ്രൊസീജിയർ ആൻഡ് ലൂപ്പസ് ആന്റികോയാഗുലന്റ് assay. അപ്പം ഇവിടെ മിക്സിംഗ് സ്റ്റഡി സാധാരണഗതിയിൽ നമ്മൾ ഒരു APTT പ്രൊലോങ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് മിക്സിംഗ് സ്റ്റഡീസ്, അല്ലെ? പ്രൊലോങ്ഡ് APTT വരുമ്പോൾ നമ്മൾ നോർമൽ പ്ലാസ്മ ആഡ് ചെയ്ത് കൊടുത്തു നോക്കും, അല്ലെ? അപ്പം ആ APTT നോർമൽ പ്ലാസ്മ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റഡ് ആവുകയാണെങ്കിൽ അത് ആ നോർമൽ പ്ലാസ്മയിലുള്ള ഏതോ ഒരു ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്. നോർമൽ പ്ലാസ്മ കൊടുത്തപ്പം അത് കറക്റ്റഡ് ആയി. ദാറ്റ് മീൻസ് പേഷ്യന്റ് പ്ലാസ്മയിൽ ഇല്ലാത്തതും നോർമൽ പ്ലാസ്മയിൽ ഉള്ളതുമായിട്ടുള്ള ഒരു ഫാക്ടർ, ആ ഫാക്ടർ ഡെഫിഷ്യൻസി കാരണമാണ് അവിടെ APTT പ്രൊലോങ്ഡ് ആയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നിട്ടും കറക്റ്റഡ് ആയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ഒരു റീസൺ ആണ് ലൂപ്പസ് ആന്റികോയാഗുലന്റ്. അത് മിക്സിംഗ് സ്റ്റഡീസിൽ പോലും നമുക്ക് APTT കറക്റ്റഡ് ആയിട്ട് കിട്ടില്ല. ദാറ്റ്സ് ഇൻ കേസ് ഓഫ് ലൂപ്പസ് ആന്റികോയാഗുലന്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഹീമോസ്റ്റാസിസ് ആൻഡ് കോയാഗുലേഷൻ എന്ന് പറയുന്ന നമ്മുടെ പോർഷൻ. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രിൻസിപ്പിൾ ആൻഡ് മെക്കാനിസം ഓഫ് ഹീമോസ്റ്റാസിസ്, ദ വേരിയസ് ടെസ്റ്റ്, കോയാഗുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ആൻഡ് ഓൾസോ ദ ഡിസോർഡേഴ്സ് ഓഫ് കോയാഗുലേഷൻ. അപ്പൊ ഈ ഒരു ടോപ്പിക്, എൻറ്റയർ ടോപ്പിക്, അതായത് ഹീമോസ്റ്റാസിസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ തൊട്ട് ഓക്കെ ആണോ എല്ലാവർക്കും? സോ നമുക്ക് അതുമായിട്ട് ബേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഹീമോസ്റ്റാസിസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആൻസർ പറയാം കേട്ടോ, അറിയുന്ന ആൻസർ പറയാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ പറയാം. സി, ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇനീഷ്യേറ്റ്സ് ഇൻ വൈവോ കോയാഗുലേഷൻ ബൈ ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ 7? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇനീഷ്യേറ്റ്സ് ഇൻ വൈവോ കോയാഗുലേഷൻ ബൈ ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ 7? ഇപ്പൊ ഫാക്ടർ 7 ഇൻവോൾവ് ചെയ്യുന്ന പാത്വേ ഏതാണെന്നുള്ളത് ആദ്യം ആലോചിക്കുക. പാത്വേയിൽ ഫാക്ടർ ഇനീഷ്യേറ്റർ ആയിട്ട് വരുന്നത് ആരാണ്? സോ ഫാക്ടർ 7 ഇസ് ഇൻവോൾവ് ഇൻ വിച്ച് പാത്വേ? എക്സ്ട്രിൻസിക് പാത്വേ. അപ്പൊ എക്സ്ട്രിൻസിക് പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? ടിഷ്യൂ ഫാക്ടർ. ടിഷ്യൂ ഫാക്ടർ. സോ ടിഷ്യൂ ഫാക്ടർ ഇസ് ദി ഫസ്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത്, which ratio of anticoagulant to blood okay, is correct for coagulation procedures? Very simple, it is 1:9. 1:9. അപ്പൊ 1:9 എന്ന് പറയുന്നത് ആന്റികോയാഗുലന്റ് ടു ബ്ലഡ് റേഷ്യോ കേട്ടോ. ഇനി തിരിച്ച് ബ്ലഡ് ടു ആന്റികോയാഗുലന്റ് റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ റേഷ്യോ കറക്റ്റ് ചെയ്ത് എഴുതണം. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയൊക്കെ ചോദിക്കും. അപ്പൊ അത് ആ രീതിയിൽ തന്നെ എഴുതണം കേട്ടോ. റേഷ്യോ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നോക്കണം. അപ്പം എങ്ങനെയാണ് ഈ 1:9 എന്ന് പറയുന്ന ഒരു പ്രപ്പോർഷൻ? അതായത് 9 പാർട്ട് ബ്ലഡിലേക്ക് ഒരു പാർട്ട് ആന്റികോയാഗുലന്റ് എന്നുള്ള കണക്കാണ്. അതായത് ആ ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ടു
ബൈൻഡ് ടു ഓൾ അവൈലബിൾ കാൽഷ്യം. അതായത് ഇവിടെ നമ്മൾ എന്താണ് ആന്റികോഗുലന്റ് ഫംഗ്ഷൻ? കാൽഷ്യം കീലേഷൻ ആണ് അല്ലെ? ആന്റിക്വാഗുലന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് കാൽഷ്യത്തിനെ കീലേറ്റ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന എല്ലാ കാൽഷ്യത്തിനെയും ബൈൻഡ് ചെയ്യാൻ ആ ആന്റിക്വാഗുലന്റ് മതി. ഇതിനകത്തുള്ള 1 പാർട്ടുള്ള ആന്റിക്വാഗുലന്റ് ഇല്ലേ, ആ 9 പാർട്ട് ബ്ലഡിലുള്ള കംപ്ലീറ്റ് കാൽഷ്യത്തിനെയും കീലേറ്റ് ചെയ്ത് കളയണം. അതായത് ആ കാൽഷ്യത്തിനെ കൊയാഗുലേഷന് കൊടുക്കാതെ അൺഅവൈലബിൾ ആക്കി കളയണം. അപ്പൊ അതിനുള്ള ഒരു 1 പാർട്ടാണത്. ഓക്കെ, അപ്പം എന്താ പറയാ, കാൽഷ്യം കീലേറ്റ് ചെയ്യാതെ കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊയാഗുലേഷൻ നടക്കും. കാരണം കൊയാഗുലേഷൻ പാത്ത് മെക്കാനിസത്തിൽ നമുക്ക് ആവശ്യമുള്ള സംഭവമല്ലേ കാൽഷ്യം. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇൻട്രൻസിക് പാത്വേയിൽ എക്സ്ട്രിൻസിക് പാത്വേയിൽ കാൽഷ്യം നെസസറി ആണ്. കാൽഷ്യം ഉണ്ടെങ്കിൽ കൊയാഗുലേഷൻ നടക്കും. കാൽഷ്യം ഇല്ല എങ്കിൽ, കാൽഷ്യത്തെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൊയാഗുലേഷൻ നടക്കില്ല. ദാറ്റ് ഇസ് ബേസിക്കലി കാൽഷ്യം കീലേഷൻ. അതായത് നമ്മൾ ആന്റികോഗുലൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ്. ഇപ്പൊ 1:9 എന്ന് പറയുന്ന ആ ഒരു പ്രപ്പോർഷൻ, ആ 9 പാർട്ട് ബ്ലഡിലുള്ള എല്ലാ അവൈലബിൾ കാൽഷ്യത്തിനെയും ബൈൻഡ് ചെയ്യാൻ മാത്രമുള്ള സോഡിയം സിട്രേറ്റ് ആണ് ആ ഒരു പാർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് ദി ആന്റികോഗുലന്റ് ഓഫ് ചോയ്സ് ഫോർ മോസ്റ്റ് റൂട്ടീൻ കോയാഗുലേഷൻ സ്റ്റഡീസ് ഇസ് ദി ആന്റികോഗുലന്റ് ഓഫ് ചോയ്സ് ഫോർ മോസ്റ്റ് Sodium citrate. റൂട്ടീൻ കോയാഗുലേഷൻ സ്റ്റഡീസ് ഇസ് സോഡിയം Sodium സിട്രേറ്റ്. എത്ര citrate. പെർസെന്റേജ് ആണ്? Sodium citrate. 3.2%. ആ, 3.2%. എന്തുകൊണ്ട് നമുക്ക് സോഡിയം ഓക്സലേറ്റും ഹെപ്പാരിനും ഒന്നും യൂസ് ചെയ്തുകൂടാ? എപ്പോഴും നമ്മൾ സിട്രേറ്റ്, സോഡിയം സിട്രേറ്റ് Shrinkage. ഷ്രിങ്കേജ്, RBC ഷ്രിങ്കേജുമായിട്ട് കോയാഗുലേഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? Heparin antithrombin 3 അല്ലേ action? ഹെപ്പാരിൻ ആന്റിത്രോംബിൻ 3 ആണ്. അതൊരു ഓക്കെ, കണക്ട് ചെയ്യാം. സോഡിയം ഓക്സലേറ്റിന്റെയും ഹെപ്പാരിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന്റികോഗുലന്റിനോടൊന്നൊക്കെ ഭയങ്കര ലബൈൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ ആന്റികോഗുലന്റ് ഒക്കെ പ്രസൻസിൽ ഫാക്ടറിന്റെ ആക്ടിവിറ്റി നശിച്ചു പോകുന്ന ഫാക്ടർ 5, 7 ഇതൊക്കെ നമ്മുടെ ലബൈൽ ഫാക്ടേഴ്സ് ആണ്. സോ ഈ ലബൈൽ ഫാക്ടേഴ്സ് ഒക്കെ സോഡിയം ഓക്സലേറ്റിന്റെയും ഹെപ്പാരിന്റെ ഒക്കെ പ്രസൻസിൽ ഇനാക്ടിവേറ്റഡ് ആയി പോകും. അതേപോലെ തന്നെ EDTA ഈസ് ഓൾസോ ഇൻഹിബിറ്റിംഗ്, എന്താ പറയാ, ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റാനുള്ള ത്രോംബിന്റെ എബിലിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരാളാണ് EDTA. അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ മറ്റ് ആന്റികോഗുലൻസ് യൂഷ്വലി പ്രിഫർ ചെയ്യാറില്ല. വിൽ ഓൾവേസ് ഗോ ഫോർ സോഡിയം സിട്രേറ്റ്. ഓക്കെ, 3.2% ആണ്. 3.8% എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Yes, sir. ESRലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റിസൾട്ട്സ് വുഡ് ബി എക്സ്പെക്റ്റഡ്, നന്നായിട്ട് വായിക്കുക, വിച്ച് റിസൾട്ട്സ് വുഡ് ബി എക്സ്പെക്റ്റഡ് ഫോർ ദ പ്രോത്രോംബിൻ ടൈം ആൻഡ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ഇൻ എ പേഷ്യന്റ് വിത്ത് പോളിസൈത്തീമിയ. ഒരു പോളിസൈത്തമിക് പേഷ്യന്റിന്റെ കേസിൽ PT APTT ചെയ്ത സമയത്ത് നമ്മൾ എന്ത് റിസൾട്ട് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? Prolonged APTT. ബോത്ത് Normal. ബോത്ത് നോർമൽ. ദാറ്റ് മീൻസ് പോളിസൈത്തമിക് പേഷ്യന്റ് ആയാലും ദർ ഇസ് നോ ഡിഫറൻസ്, അങ്ങനെയാണോ? No. Prolonged Never. APTT. PT no. പോളിസൈത്തമിക് ആയിട്ടുള്ള ഒരു ബ്ലഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? പോളിസൈത്തമിക് ആയിട്ടുള്ള ഒരു ബ്ലഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? Cells RBCയുടെ അളവ് ഭയങ്കര കൂടുതലും അതിലുപരി നമ്മൾ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ അളവ് കുറവായിരിക്കും അല്ലെ? പ്ലാസ്മയുടെ അളവ് കുറവായിരിക്കും. അപ്പം നമ്മുടെ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ബ്ലഡിലേക്കാണ് നമ്മുടെ 1:9 എന്ന് പറയുന്ന കണക്ക് അല്ലെ? അതായത് നോർമൽ ബ്ലഡിനകത്തുള്ള ആ ഒരു പ്ലാസ്മയുമായിട്ട് കമ്പൈൻ ചെയ്യാൻ 9 പാർട്ട് ബ്ലഡിലേക്ക് 1 പാർട്ട് ആന്റികോഗുലന്റ് മതി എന്നുള്ളൊരു കണക്കാണ്. പക്ഷെ ഇവിടെ പോളിസൈത്തമിക് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്മയുടെ അളവ് കുറവാണ്. അത് സെല്ലാണ് കൂടുതൽ, പ്ലാസ്മയുടെ അളവ് കുറവാണ്. ആ പ്ലാസ്മയിലേക്ക് 1 പാർട്ട് ആന്റികോഗുലന്റ് കൂടുതലാണോ കുറവാണോ? കുറഞ്ഞ പ്ലാസ്മയിലേക്ക് 1 പാർട്ട് ആന്റികോഗുലന്റ് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. അത് എക്സസ് ആന്റികോഗുലന്റ് ആണ്. അത്രത്തോളം പ്ലാസ്മ ഇല്ല പോളിസൈത്തമിക് പേഷ്യന്റിന്റെ ബ്ലഡിൽ, അത്രത്തോളം പ്ലാസ്മ ഇല്ല. അപ്പൊ അവിടെ എന്താണ്? ആന്റികോഗുലന്റ് എക്സസ് ആണ്. ആന്റികോഗുലന്റ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതായത് അത്രയും ആന്റികോഗുലന്റിന് ബൈൻഡ് ചെയ്യാൻ മാത്രം കാൽഷ്യം അതിനകത്ത് ഇല്ല. നമ്മളെ കാൽഷ്യത്തിനെ ബൈൻഡ് ചെയ്തുകൊണ്ടാണല്ലോ ഈ ആന്റികോഗുലന്റ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പോളിസൈത്തമിക് പേഷ്യന്റിന്റെ സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്ലൂയിഡ് വോളിയം കുറവാണ്. അപ്പൊ കാൽഷ്യത്തിന്റെ അളവ് അതിനകത്ത് കുറവാണ്. അപ്പം നമ്മുടെ ആന്റികോഗുലന്റ് ആണെങ്കിൽ ആ കാൽഷ്യത്തിനെ ബൈൻഡ് ചെയ്താലും ആന്റികോഗുലന്റ് കുറേ ബാക്കിയാണ്. ഇനിയും കാൽഷ്യത്തിനെ ബൈൻഡ് ചെയ്യാൻ മാത്രം ആന്റികോഗുലന്റ് അതിനകത്തുണ്ട്. അപ്പൊ അത് പോയിട്ട് ആരെ ബൈൻഡ് ചെയ്യും?
നമ്മളെ പി ടിയിലും എ പി ടി ടിയിലൊക്കെ നമ്മൾ എക്സ്ട്രാ സപ്ലൈ ചെയ്യുന്ന കാൽഷ്യം ഇല്ലേ, കാൽഷ്യം ക്ലോറൈഡ് ഇല്ലേ? പി ടിയിലും എ പി ടി ടി yes, റീജിയനിലൊക്കെ നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നില്ലേ? yes. ആ കാൽഷ്യം ആയിട്ട് ഈ എക്സസ് ആന്റികോഗുലന്റ് ബൈൻഡ് ചെയ്യും. ഉം? അതായത് കാൽഷ്യം കീലേഷനുള്ള ആന്റികോഗുലന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, കാൽഷ്യത്തിനെ കീലേറ്റ് ചെയ്യാനുള്ള ആന്റികോഗുലന്റ്. അപ്പൊ നമ്മുടെ ബ്ലഡിനകത്ത് നോർമലി കാണപ്പെടുന്ന പ്ലാസ്മയിലുള്ള ആന്റികോഗുലന്റിനെ കീലേറ്റ് ചെയ്യാനുള്ള കാൽഷ്യമാണ് ആ 1:9 എന്ന് പറയുന്ന കണക്ക്. സോറി, ആന്റികോഗുലന്റ് ആണ് അത്. പക്ഷെ ഇവിടെ ആന്റികോഗുലന്റ് എക്സസും പ്ലാസ്മ വോളിയം കുറവുമാണ്. ദാറ്റ് മീൻസ് പ്ലാസ്മയിലുള്ള കാൽഷ്യത്തിനെ മുഴുവൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാലും ആന്റികോഗുലന്റ് ഒരുപാട് അവിടെ വെറുതെ കിടക്കുകയാണ്, ഇനിയും കാൽഷ്യത്തിനെ ബൈൻഡ് ചെയ്യാൻ. സോ ദാറ്റ് ആന്റികോഗുലന്റ് വിൽ ഗോ ആൻഡ് ബൈൻഡ് വിത്ത് ദ കാൽഷ്യം ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ റിയേജന്റ്. നമ്മൾ റിയേജന്റിൽ സപ്ലൈ ചെയ്യുന്ന കാൽഷ്യം ആയിട്ട് അത് ബൈൻഡ് ചെയ്യും. അപ്പൊ റിയേജന്റ് കാൽഷ്യത്തിനെ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുകയോ കുറയോ? കൂടും. കൂടും. സോ പി ടിയും എ പി ടി ടിയും എന്തായിരിക്കും? prolonged. പ്രൊലോങ്ഡ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. അപ്പൊ നമ്മുടെ എന്താ പറയാ, പി ടി ട്യൂബിനകത്ത് നമ്മൾ അത്രയും കറക്റ്റ് വോളിയം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന് ഒരു എന്താ പറയാ കണക്കുണ്ട്. ഓക്കെ, അതായത് 1:9 എന്ന് പറയുന്ന ആ റേഷ്യോക്ക് കൃത്യമായിട്ടൊരു റീസൺ ഉണ്ട്. ഓക്കെ, ആന്റികോഗുലന്റ് എക്സസ് ആവരുത്, കാൽഷ്യത്തിന്റെ ബൈൻഡിങ്, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ കണക്ക് പറയുന്നത് കേട്ടോ. സോ അതിനനുസരിച്ച് നമ്മളെ റിസൾട്ട്സും വേരി ചെയ്യും. വാട്ട് റീജൻസ് ആർ യൂസ്ഡ് ഇൻ ദ പി ടി ടെസ്റ്റ്? അടുത്ത ചോദ്യം, വാട്ട് റീജൻസ് ആർ യൂസ്ഡ് ഇൻ ദ പി ടി ടെസ്റ്റ്? പെട്ടെന്ന് Calcium, പറയൂ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. പറയൂ. calcium thromboplast. ആൻഡ് ത്രോംബോപ്ലാസ്റ്റിൻ ആണല്ലോ. ഓക്കെ, അടുത്തത്, വിച്ച് ഫാക്ടർ ഇസ് നോട്ട് മെഷർഡ് ബൈ പി ടി ആൻഡ് എ പി ഡി ടി ടെസ്റ്റ്? വിച്ച് ഫാക്ടർ ഇസ് നോട്ട് മെഷർഡ് ബൈ പി ടി ആൻഡ് എ പി ഡി ടി ടെസ്റ്റ്? പി ടിയും എ പി ടി ടിയും മെഷർ ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? ഫാക്ടർ നന്നായി ആലോചിച്ച് പറയൂ. Factor 13. ഫാക്ടർ 13 അല്ലെ? ഫാക്ടർ 13 എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈബ്രിൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനു വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ഫാക്ടർ 13 മെഷർ ചെയ്യാൻ നമ്മൾ പി ടിക്കോ എ പി ടി ടിക്കോ ഒന്നും പറ്റില്ല. അതിനുവേണ്ടി നമ്മളൊരു വേറൊരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? ഏതായിരുന്നു ഫാക്ടർ 13? ഫാക്ടർ 13 ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് മറന്നോ? Factor 13 screening test. No, there is a name. There is a specific name for the test. ഓർമ്മയുണ്ടോ? യൂറിയ ക്ലോട്ട് ലൈസിസ് assay. Urea chloride lysis. Urea clot lysis assay, because factor 13 is necessary for stabilizing the fibrin. അല്ലെ? ആ ഫൈബ്രിൻ ആദ്യം ഉണ്ടായിട്ടുള്ള സോഫ്റ്റ് ഫൈബ്രിനെ ഒരു ഹാർഡ് ആൻഡ് കോമ്പാക്ട് ഫൈബ്രിൻ ആക്കി മാറ്റുന്ന ലാസ്റ്റത്തെ ഫാക്ടറാണ് ഫാക്ടർ 13. അതുകൊണ്ടാണ് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഫാക്ടർ 13 ഉണ്ടെങ്കിൽ മാത്രമേ ക്ലോട്ട് ഹാർഡ് ആവുള്ളൂ. അപ്പൊ ക്ലോട്ട് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് യൂറിക് ക്ലോട്ട് ലൈസിസ് assay. ആ ക്ലോട്ട് പെട്ടെന്ന് ലൈസ് ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ക്ലോട്ട് ഇസ് സോഫ്റ്റ്. ഇല്ല, അത് ഫാക്ടർ 13 ഡെഫിഷ്യന്റ് ആണ്. ക്ലോട്ട് അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ ഫാക്ടർ 13 പ്രസന്റ് ആണ്. ഇത് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് യൂറിയ ആണ്. 5 മോളാർ യൂറിയ അല്ലെങ്കിൽ മോണോക്ലോർ അസറ്റിക് ആസിഡ് 1% ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇറ്റ് ഇസ് ഫാക്ടർ 13. അടുത്തത്, എ മോഡിഫിക്കേഷൻ ഓഫ് വിച്ച് പ്രൊസീജിയർ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ഫൈബ്രിനോജൻ? ഫൈബ്രിനോജനെ അസേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടെസ്റ്റിന്റെ മോഡിഫിക്കേഷൻ ഉപയോഗിക്കാം? FTP. നമ്മൾ ആ ടെസ്റ്റില് ത്രോംബിൻ ടൈം, വെരി ഗുഡ്, ത്രോംബിൻ ടൈം നമ്മൾ എങ്ങനെയാ? ത്രോംബിൻ ടൈം നമ്മൾ എന്താ ചെയ്യുന്നത്? ത്രോംബിൻ ആഡ് ചെയ്തിട്ട് ത്രോംബിന്റെ പ്രസൻസിൽ ഫൈബ്രിൻ ആയി മാറുന്ന സമയമല്ലേ ത്രോംബിൻ ടൈം? Yes. അല്ലേ? ത്രോംബിൻ ആഡ് ചെയ്താൽ ഫൈബ്രിനോജനെ അതല്ല നമ്മൾ ലാസ്റ്റ് നടക്കുന്ന സ്റ്റെപ്പ്. ത്രോംബിൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ത്രോംബിൻ കൊടുക്കുന്നു, ത്രോംബിന്റെ പ്രസൻസിൽ ഫൈബ്രിൻ ആയി മാറാൻ എത്ര സമയം എടുക്കും? ദാറ്റ് ഇസ് ത്രോംബിൻ ടൈം. അപ്പം ഇവിടെയും നമ്മൾ ത്രോംബിൻ ടൈമിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫൈബ്രിനോജൻ കുറയുമ്പോൾ ആണ് ത്രോംബിൻ ടൈം കൂടുന്നത്. ഓർമ്മയുണ്ടോ? ഫൈബ്രിനോജനീമിയ ഇങ്ങനെയുള്ള കേസസിലൊക്കെ ആയിരുന്നു ത്രോംബിൻ ടൈം കൂടിയിരുന്നത്. ഒന്നും ഓർമ്മയില്ല അല്ലെ? ഓക്കെ, അപ്പൊ എനിവേ ത്രോംബിൻ ടൈമിന്റെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ട്, അതായത് ത്രോംബിൻ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള
എന്താ പറയുക ഇതുപോലെ സൊല്യൂഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈബ്രിനോജനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ത്രോംബിൻ ടൈം കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബ്രിനോജൻ കുറവായിരിക്കും, ആയിരിക്കല്ലോ. ത്രോംബിൻ ടൈം കൂടുതൽ എന്ന് പറയുമ്പോൾ ത്രോംബിൻ ആഡ് ചെയ്തിട്ടും ഫൈബ്രിൻ ആവുന്നില്ല. ദാറ്റ് മീൻസ് ഫൈബ്രിനോജൻ മേ ബി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഫൈബ്രിൻ ആവാത്തത്. ഓക്കെ, അപ്പൊ ത്രോംബിൻ ടൈം കൂടുതലാണെങ്കിൽ ഫൈബ്രിനോജൻ കുറവായിരിക്കും. ത്രോംബിൻ ടൈം കുറവാണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഫൈബ്രിനോജൻ എന്താ പറയാ കൂടുതലായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ത്രോംബിൻ ടൈമുമായിട്ട്. ഈ ഒരു മെത്തേഡിന് നമ്മൾ പറയുന്ന പേര് ക്ലോസ് എസ്സേ എന്നാണ് കേട്ടോ. CLAUSS ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലോസ് എസ്സേ, അതായത് ഫൈബ്രിനോജനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രോംബിൻ ടൈമിന്റെ ഒരു മോഡിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ആ ഒരു എസ്സേക്ക് ഒരു അഡീഷണൽ പോയിന്റ് ആണ് ക്ലോസ് എസ്സേ. CLAUSS, ക്ലോസ് എസ്സേ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറൈസസ് വൈറ്റമിൻ കെ? വൈറ്റമിൻ കെനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ വൈറ്റമിൻ കെയുടെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് ഫൈബ്രിനോലൈസിസ്. ഇറ്റ്സ് ആക്ടിവിറ്റി ഈസ് എൻഹാൻസ്ഡ് ബൈ ഹെപ്പാരിൻ തെറാപ്പി. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ കാർബോക്സിലേഷൻ ഓഫ് ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസ് ഓഫ് സം കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദി എൻഡോത്തീരിയൽ സെൽസ്. വൈറ്റമിൻ കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താണിത്? അറിയോ? സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വൈറ്റമിൻ കെ ഡിപ്പെൻഡന്റ് കോയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ കെയുടെ പ്രസൻസിൽ ആക്ടിവേറ്റഡ് ആകുന്ന ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ്? 2, 7, 9, 10. ആ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ സംഭവമാണ്, അതായത് കാർബോക്സിലേഷൻ. ആ കോയാഗുലേഷൻ ഫാക്ടേഴ്സിന്റെ ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസിൽ കാർബോക്സിലേഷൻ നടക്കുന്നതാണ് ഈ ആക്ടിവേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ കാർബോക്സിലേഷൻ നടന്നാൽ ആ ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആയി. ഓക്കെ, അപ്പൊ വൈറ്റമിൻ കെന്റെ പ്രസൻസിൽ മാത്രമേ ഈ കാർബോക്സിലേഷൻ സ്റ്റെപ്പ് നടക്കുള്ളൂ. അപ്പം ഇങ്ങനെ ആക്ടിവേറ്റഡ് ആവുന്ന ഫാക്ടേഴ്സ് ആണ് 2, 7, 9, 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ കെ ഡിപ്പെൻഡന്റ് കാർബോക്സിലേഷൻ ഓഫ് ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂസ് ഓഫ് 2, 7, 9, 10. അതാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. അടുത്തത്, വിച്ച് ടെസ്റ്റ് വുഡ് ബി അബ്നോർമൽ ഇൻ എ പേഷ്യന്റ് വിത്ത് ഫാക്ടർ 10 ഡെഫിഷ്യൻസി? 10ാമത്തെ ഫാക്ടർ ഡെഫിഷ്യന്റ് ആണെങ്കിൽ ഏതൊക്കെ ടെസ്റ്റ് ആയിരിക്കും അബ്നോർമൽ ആവുന്നത്? 10ാമത്തെ ഫാക്ടർ ആണ് ഡെഫിഷ്യന്റ് എങ്കിൽ ഏതൊക്കെയായിരിക്കും? പറയൂ. 10ാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ കോമൺ പാത്വേ അല്ലേ? കോമൺ പാത്വേയിൽ ഇൻക്ലൂഡഡ് അല്ലേ? അപ്പൊ അതുകൊണ്ട് PT-യും APTT-യും പ്രൊലോങ്ഡ് ആയിരിക്കും 10 ഡെഫിഷ്യന്റ് ആണെങ്കിൽ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആർ മെഷർഡ് ബൈ ദി APTT ടെസ്റ്റ്? APTT എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രിൻസിക് പാത്വേയിൽ ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ ആക്ടിവിറ്റി ആണ് മെഷർ ചെയ്യുന്നത്? 12, 11, 9 and 8. 12, 11, 9, 8. ബാക്കിയില്ലേ? 10, 5, 2, 1 ഇല്ലേ? അതായത് ഓപ്ഷൻ സി, ഇൻട്രിൻസിക് ടു കോമൺ പാത്വേ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. APTT മെഷർ ചെയ്യുന്നത് ഇൻട്രിൻസിക് ടു കോമൺ പാത്വേയിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും മെഷർ ചെയ്യുന്നുണ്ട്. വിച്ച് കോയാഗുലേഷൻ ടെസ്റ്റ് വുഡ് ബി അബ്നോർമൽ ഇൻ എ വൈറ്റമിൻ കെ ഡെഫിഷ്യന്റ് പേഷ്യന്റ്? വൈറ്റമിൻ കെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള പേഷ്യന്റിൽ ഓർക്കുക 2, 7, 9, 10 ഏതായിരിക്കും? 2, 7, 9, 10 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി അല്ലേ? 10 എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയുക കോമൺ പാത്വേ ആണ്. 7 എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്ട്രിൻസിക് ആയി, ബാക്കിയുള്ളതൊക്കെ ഇൻട്രിൻസിക്കിലും വരുന്നതാണ്. അപ്പൊ 2, 7, 9, 10 വൈറ്റമിൻ കെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് രണ്ടിനും നെസസറി ആണ്. ഓക്കെ, രണ്ടിനും നെസസറി ആണ്. ബോത്ത് PT ആൻഡ് APTT എന്ന് പറയുന്നത് അബ്നോർമൽ ആയിരിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദി ഫാക്ടേഴ്സ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ? അതായത് INR-ഉമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് യൂസസ് ദി ഇന്റർനാഷണൽ സെൻസിറ്റിവിറ്റി റേഷ്യോ
It standardizes PT results. It standardizes APTT results. It is used to monitor heparin therapy. ഏതാണ് correct statement? PT P. It results. standardizes PT results. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ മിസ്റ്റേക്ക് എന്താണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ മിസ്റ്റേക്ക് എന്താണ്? റേഷ്യോ അല്ല റേഷ്യോ അല്ല, ഇൻഡെക്സ് ആണ് അല്ലെ. ഇറ്റ് യൂസസ് ദ ഇന്റർനാഷണൽ സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. രണ്ടാമത്തേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് PT എന്ന് പറയുന്ന ടെസ്റ്റിൽ വി ആർ യൂസിങ് എ റീജന്റ് കോൾ ത്രോംബോപ്ലാസ്റ്റിൻ. ഈ ത്രോംബോപ്ലാസ്റ്റിന്റെ ഇൻഹറന്റ് വേരിയേഷൻ, അതായത് ബാച്ച് ടു ബാച്ച് വേരിയേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് മാനുഫാക്ചർ സപ്ലൈ ചെയ്യുന്നതാണ് എന്നനുസരിച്ചിട്ടുള്ള വേരിയേഷനെ എന്താ പറയുക ഒമിറ്റ് ചെയ്യാൻ, ആ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന എന്താ പറയാ ടെസ്റ്റിന്റെ ഡിഫറൻസസ് ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ INR അല്ലെങ്കിൽ ISI എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് വാല്യൂ വെച്ചിട്ട് INR കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫൈബ്രിനോജൻ ഓർ ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്റ്റ് ഇസ് കറക്റ്റ്? FDP, ഫൈബ്രിനോജൻ അല്ലെങ്കിൽ ഫൈബ്രിനോജൻ ഡിഗ്രഡേഷൻ പ്രോഡക്റ്റിനായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? FDP എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് മെയിൻ ആയിട്ടും ഡിറ്റക്ട് ചെയ്യുന്നത്? ഇറ്റ് ഡിറ്റക്ട്സ് early degradation products. It is decreased in disseminated intravascular coagulation. It evaluates the coagulation system. It detects late degradation products. Late degradation products. Late degradation products. For fibrin degradation products, main ആയിട്ട് നമ്മൾ പോകുന്നത് ഓപ്ഷൻ ഡി, അതായത് late degradation products ന്റെ ഡിറ്റക്ഷൻ ലേക്കാണ്. Which of the following is referred to as an endogenous ആക്ടിവേറ്റർ ഓഫ് പ്ലാസ്മിനോജൻ? എൻഡോജിനസ് ആക്ടിവേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസ്മിനോജനെ നമ്മുടെ ബോഡിക്ക് അകത്ത് നിന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? ടിഷ്യൂ. വെരി ഗുഡ്. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. അപ്പൊ നമ്മുടെ എന്താ പറയാ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിന്റെ ഒരു ഇനീഷ്യേഷന്റെ ഭാഗമായിട്ട് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ പോയിട്ട് പ്ലാസ്മിനോജനെ പ്ലാസ്റ്റിൻ ആക്കിയിട്ട് മാറ്റും. അപ്പൊ നമ്മളെ ബോഡീന്റെ അകത്ത് തന്നെ നോർമലായിട്ട് നടക്കുന്ന ഒരു മെക്കാനിസം ആണ് ഈ സംഭവം. പക്ഷെ ഈ ഭയങ്കരമായിട്ട് മൾട്ടിപ്പിൾ ക്ലോട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന ആളുകളിൽ ഫൈബ്രിനോലൈസിസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പുറമേ നിന്നും എക്സോജിനസ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു പ്ലാസ്മിനോജൻ ആക്ടിവേറ്ററും കൂടി ഇതിനകത്തുണ്ട്. ഏതാണത്? ഒരു എക്സോജിനസ് സ്ട്രെപ്റ്റോകൈനസ്. അത് സ്ട്രെപ്റ്റോകൈനേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്, പക്ഷെ എക്സോജിനസ് ആണ് കേട്ടോ. അത് എക്സോജിനസ് ആണ്. യൂറോകൈനേസ് ഉണ്ട്, അത് എക്സോജിനസ് ആണ്. നമ്മൾ ഇവിടെ എൻഡോജിനസ് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ദാറ്റ് ഇസ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. അടുത്തൊരു ചോദ്യം. A standard 4.5 ml blue top tube, അതായത് നമ്മുടെ coagulation tube, was filled with 3 ml of blood. 3 ml ബ്ലഡ് ഏതിലുള്ളൂ. was submitted to the laboratory for PT and APTT. PTക്കും APTTക്കും വേണ്ടിയിട്ട് ഫുള്ള് നിറയ്ക്കാതെ 3 ml ബ്ലഡ് മാത്രം ഫില്ല് ചെയ്തിട്ട് കൊടുത്തു. The sample is from a patient undergoing surgery the following morning for tonsillectomy. അപ്പൊ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് പ്രൊസീഡ് ചെയ്യണോ? ഡ്യൂപ്ലിക്കേറ്റ്, റിക്വസ്റ്റ് എ ന്യൂ സാമ്പിൾ, റിജക്ട് ദ സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി നോട്ട് സഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാമ്പിൾ ഈസി ആയിട്ട് റിജക്ട് ചെയ്യാം. ബിക്കോസ് ആ കണക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫോർ 0.5 ml and 4.5 ml. Okay, 0.5 ml of anticoagulant and 4.5 ml of blood is the correct proportion for this 1:9 ratio. Okay, അപ്പൊ അത് 3 ml എന്ന് പറയുന്ന സമയത്ത് എഗെയിൻ അവിടെ ആന്റികോഗുലന്റ് എക്സസ് ആണ് അല്ലെ. 3 ml ഫില്ല് ചെയ്തിട്ടുള്ളൂ. അതായത് ആന്റികോഗുലന്റിന് അനുസരിച്ചിട്ടുള്ള ബ്ലഡ് അവിടെ ഇല്ല. അപ്പം ആ ബ്ലഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആന്റികോഗുലന്റ് കൂടുതലാണ്. അപ്പം അത് റീജന്റ് കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് PT APTT ഒക്കെ അബ്നോർമൽ ആക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിക്വസ്റ്റ് ന്യൂ സാമ്പിൾ, ദാറ്റ് ഇസ് കറക്റ്റ് ഓപ്ഷൻ. വിച്ച് റിസൾട്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹീമോഫീലിയ എ? ഹീമോഫീലിയ എയില് എന്താണ് സംഭവിക്കുന്നത്? prolonged APTT, normal PT, prolonged PT and APTT, prolonged PT, normal APTT, normal PT and APTT. Prolonged APTT, prolonged, ഞാൻ നേരത്തെ പറഞ്ഞു ഹീമോഫീലിയയുടെ കേസിൽ ഇറ്റ് ഇസ് ഫാക്ടർ 8 ഡെഫിഷ്യൻസി. സോ എ ആണ് അല്ലെ, ഹീമോഫീലിയ എ ആണ്. prolonged APTTയും നോർമൽ PTയും ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് an abnormal platelet aggregation test? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ അബ്നോർമൽ ആവണമെങ്കിൽ ഇതിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഫാക്ടർ 8 ഡെഫിഷ്യൻസി ആണോ? ഫാക്ടർ 8 ഇൻഹിബിറ്റർ ആണോ? ലൂപ്പസ് ആന്റികോഗുലന്റ് ആണോ? ഫൈബ്രിനോജനീമി ആണോ? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ നടക്കണമെങ്കിൽ ഇതിൽ എന്താ നെസസറി? ആലോചിച്ചാൽ മതി.
Factor ഫാക്ടർ 8, ഫാക്ടർ Factor 8 ഇൻഹിബിറ്റർ. ഈ ഫാക്ടേഴ്സിന് നമ്മളെ പ്ലേറ്റഡ് അഗ്രിഗേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഇനി ആക്ടിവേറ്റഡ് ആയി ആ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന സ്റ്റെപ്പാണ് നമ്മൾ പ്ലേറ്റഡ് അഗ്രിഗേഷൻ. പ്ലേറ്റഡ് അഗ്രിഗേഷൻ എന്താ വേണ്ടത്? ഈ ഓപ്ഷനിൽ അതുണ്ട്. പ്ലേറ്റ് അഗ്രിഗേഷന് നെസസറി ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്തുണ്ട്. Option D. ഓപ്ഷൻ ഡി. വൈ? Lupus anticoagulant ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി പറഞ്ഞവർ റീസൺ പറയൂ. ഫൈബ്രിനോജൻ പ്ലേറ്റഡ് അഗ്രിഗേഷനുമായിട്ട് ബന്ധമില്ലേ? No, lupus anticoagulant. ഓക്കെ, ഫൈബ്രിനോജന്റെ പ്ലേറ്റഡ് അഗ്രിഗേഷനുമായിട്ട് ബന്ധമില്ലേ? പ്ലേറ്റഡ് അഗ്രിഗേഷൻ നടക്കുന്ന സമയത്ത് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരായിരുന്നു? Fibrinogen. ആരായിരുന്നു? ഇതാണ് അഗ്രിഗേഷൻ. അതായത് ഒരു പ്ലേറ്റ്ലെറ്റ് മറ്റൊരു പ്ലേറ്റ്ലെറ്റുമായിട്ട് 2B3A എന്ന് പറയുന്ന രണ്ട് റിസപ്റ്ററിന്റെ സഹായത്തോടെ അതിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന ആളാണ് ഫൈബ്രിനോജൻ, അല്ലേ? അതിനിടയിൽ ഈ രണ്ട് 2B3A, രണ്ട് പ്ലേറ്റ്ലെറ്റ്സിന്റെ 2B3A തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഫൈബ്രിനോജൻ ആണ്. മറന്നുപോയതാണോ? ഓക്കെ, അപ്പൊ എനിവേ ഫൈബ്രിനോജൻ ഇല്ല എങ്കിൽ പ്ലേറ്റഡ് അഗ്രിഗേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. ക്ലിയർ ആണോ? Yes. സോ ലൂപ്പസ് ആന്റികോഗുലന്റ് ഇതുമായിട്ട് ഞാൻ പറഞ്ഞു, ലൂപ്പസ് ആന്റികോഗുലന്റ് ആന്റിബോഡി ആണ്. ആ ആന്റിബോഡി പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയാ ഫോസ്ഫോലിപ്പിഡിനെയാണ്, അല്ലാതെ ഫൈബ്രിനോജനുമായിട്ട് ഒരു ബന്ധവും. ഓക്കെ, സോ എഫ് ഫൈബ്രിനോജനീമിയ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് നോർമൽ പ്ലേറ്റ്ലെറ്റ് അഡെഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. നോർമൽ പ്ലേറ്റ്ലെറ്റ് അഡെഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഗ്ലൈക്കോപ്രോട്ടീൻ 1B. ഗ്ലൈക്കോപ്രോട്ടീൻ 1B 9 ആണ് കേട്ടോ. 1B 9, 1B എന്നാണ് ഓപ്ഷൻ ഉള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെസ്റ്റ് റിസൾട്ട്സ് ഇസ് നോർമൽ ഇൻ എ പേഷ്യന്റ് വിത്ത് ക്ലാസിക് വോൺ വിലിബ്രാൻഡ് ഡിസീസ്? ക്ലാസിക് വോൺ വിലിബ്രാൻഡ് ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റിൽ നോർമൽ ആയിട്ടുള്ളത് എന്തായിരിക്കും? Platelet count. പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. യെസ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. വോൺ വിലിബ്രാൻഡ് ഡിസീസിൽ ബ്ലീഡിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും. വോൺ വിലിബ്രാൻഡ് ഡിസീസിന്റെ കൂടെയാണ് നമ്മുടെ ഫാക്ടർ 8 വരുന്നത്. അതുകൊണ്ട് APTTയും സ്ലൈറ്റ്ലി പ്രൊലോങ്ഡ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഫാക്ടർ 8C വോൺ വിലിബ്രാൻഡ് ഫാക്ടറിന്റെ ലെവല് കുറവായിരിക്കും. അതൊക്കെ അബ്നോർമൽ ആണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് ഇതുമായിട്ട് വലിയ ബന്ധമില്ല, അല്ലെ? വോൺ വിലിബ്രാൻഡ് ഡെഫിഷ്യൻസി അല്ലേ? പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അവിടെ നോർമൽ തന്നെ ആയിരിക്കും. മോർഫോളജിയും നോർമൽ ആയിരിക്കും, അല്ലേ? മാം, അപ്പൊ Confused? പ്രീവിയസ് ക്വസ്റ്റ്യൻ മാഡം ഒരു ഡൗട്ട്. നേരത്തെ പറ. ഫാക്ടർ 8 ഡെഫിഷ്യൻസിയിലും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷന്റെ പ്രശ്നം ഉണ്ടാവില്ലേ? അതും വോൺ വിലിബൻ ഫാക്ടറായിട്ട് കണക്ഷൻ ഇല്ലേ? എന്താണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? പ്രീവിയസ് Previous ക്വസ്റ്റ്യൻ ഇതാണോ? ഫൈബ്രിനോജനീമിയ ആൻസർ വന്നില്ലേ? ആ ഇതില് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ടെസ്റ്റ് ഫാക്ടർ 8 ഡെഫിഷ്യൻസിയും വോൺ വിലിബൻ ഫാക്ടറായിട്ട് കണക്ഷൻ അല്ലേ? അപ്പൊ അവിടെ അഗ്രിഗേഷൻ ഡിസോർഡർ ഉണ്ടാവില്ലേ? ഇവിടെ മനസ്സിലായില്ല? ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനില് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഫാക്ടറിന് റോളില്ലേ? 8 ക്യാരി ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ. ഓക്കെ, അതായത് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ലെങ്കിൽ ഫാക്ടർ 8 ഇല്ല. പക്ഷെ ഫാക്ടർ 8 ഇല്ലെങ്കിൽ വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇല്ല, അങ്ങനെ ഇല്ല. ഓക്കെ, നമ്മള് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുന്ന വലിയൊരു ഫ്രാക്ഷന്റെ ഇടയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഫാക്ടർ 8. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് തിരിച്ചു വരാണെങ്കിൽ കണക്ഷൻ, ഇങ്ങനെ വരാണെങ്കിൽ ഇല്ല അല്ലേ? ഇങ്ങനെ ഇല്ല. ഓക്കെ. അടുത്തത്, എ പ്രൊലോങ്ഡ് APTT is corrected with factor 8 deficient plasma but not with factor 9 deficient plasma. Which factor is deficient? അതായത് ഒരു APTT പ്രൊലോങ്ഡ് ആയി,
ആ പ്രൊലോങ്ഡ് ആയ സമയത്ത് ഫാക്ടർ 8 ഇല്ലാത്ത പ്ലാസ്മയിൽ അത് കറക്റ്റഡ് ആയില്ല. സോറി, കറക്റ്റഡ് ആയി. ഫാക്ടർ 8 ഇല്ലാത്ത പ്ലാസ്മയിൽ അത് കറക്റ്റഡ് ആയി, പക്ഷെ 9 ഇല്ലാത്ത പ്ലാസ്മയിൽ അത് കറക്റ്റഡ് ആയില്ല. അപ്പൊ ഏത് ഫാക്ടർ ആയിരിക്കും ആ APTT ഡെഫിഷ്യൻ പ്രൊലോങ്ഡ് ആവാൻ ഏത് ഫാക്ടർ ഡെഫിഷ്യൻസി ആയിരിക്കും കാരണം? Factor 9. Factor 8. ഫാക്ടർ Factor long rate. കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. Deficiency, but not factor 9 deficiency. അതായത് APTT പ്രൊലോങ്ഡ് ആയി. അപ്പൊ നമ്മൾ കുറെ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു, നോക്കി. അപ്പം 8 ഇല്ലാത്ത പ്ലാസ്മയിൽ അത് കറക്റ്റഡ് ആയി. അപ്പം 8 ഇല്ലെങ്കിലും അത് കറക്റ്റഡ് ആവുന്നുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അപ്പൊ 8ന്റെ factor 9. ഡെഫിഷ്യൻസി അല്ല. പക്ഷെ 9 ഇല്ലാത്ത പ്ലാസ്മയിൽ അത് കറക്റ്റഡ് ആയില്ല. ദാറ്റ് മീൻസ് 9 Factor 9 deficiency. ഫാക്ടർ 9 ഡെഫിഷ്യൻസി. ഓക്കെ, ക്ലിയർ ആണോ? Clear. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കട്ടോ. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മുടെ എൻറ്റയർ കോയാഗുലേഷൻ മെക്കാനിസം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തറോ ആവണം. എങ്കിൽ മാത്രമേ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇനിയും ഡിസ്കഷൻ വെക്കാം. അതുപോലെ അനീമിയയുടെ ഡിസ്കഷൻ പെൻഡിങ് ഉണ്ട്. സമയം കിട്ടുന്ന പോലെ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. Thank you, ma'am.